അമേരിക്ക വാറാണ് ഇപ്പോഴത്തെ പ്രസന്റ്. ഇതൊക്കെ ബേസ്ഡ് ഓൺ ദി അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അവരെന്ത് ഡിസിഷൻ എടുക്കുന്നത്, കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് ഒരിക്കലും എന്താണ് ഗോൾഡിന്റെ പ്രൈസ് നന്നായി കുറയുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങളൊരു കോഫി പ്ലാന്റേഷൻ ആയിരുന്നു, ഫാദർ തന്നെ ചെയ്തതാണ്. അപ്പം ഞാനിത് ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തതെന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആൾ വരുന്ന പ്ലാന്റേഷൻ ഇവർ കട്ട് ചെയ്യാണ്. അപ്പോൾ ഫാദറിന്റെ കണ്ണിന്ന് വെള്ളം വന്ന മൂമെന്റ് ആയിരുന്നു ഞാൻ കണ്ട ആദ്യത്തെ ഒരു ഇമോഷണലി ആയിട്ടുള്ള കണ്ട ഒരു സാധനം. ഞങ്ങളുടെ നാടിന്റെ പേര് മുറിക്കാപ്പ് എന്നുള്ളതാണ്. മേരി കാഫ്റ്റ് എസ്റ്റേറ്റ് റോഡ് മുറിക്കാപ്പ് റോഡായി മാറി. ആ പേരാണ് നമ്മൾ റിസോർട്ട് തന്നെ പേര് വന്നത്. ഞങ്ങൾ റിസോർട്ടിൽ വന്നിട്ട് എന്താണ്, ഞാൻ പറഞ്ഞൊരു ഗസ്റ്റ് അവിടെ നിന്ന് നിങ്ങളോട് ബായ് പറയാതെ പോവാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എന്നോട് എൻ്റെ മദർ എപ്പോഴും പറയും, എന്തിനാണ് നീ ഇത്ര ടെൻഷൻ എടുക്കുന്നത്? മുമ്പ് ഞാനിങ്ങനെ എന്നെ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് ആളുകൾ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഇന്ന കമ്പനീൻ്റെ അധിപനാണ്, അപ്പം ഞാൻ അതിന് നിയോഗിക്കപ്പെട്ട ആളാണ്, അപ്പം ഞാനത് ചെയ്തോളാം. ബിസിനസ്സിൽ അങ്ങനെ എന്താണ് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടൂല. ഓൾവേസ് എന്താണ് അതൊരു നിയോഗം, ദൈവാനുഗ്രഹവും വേണം, നമ്മളെ ഹാർഡ് വർക്കും നിർബന്ധമാണ്. ബിഹൈൻഡ് ദ സീൻസിൽ ഇന്ന് എന്നോടൊപ്പം മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മിസ്റ്റർ നിഷിൻ തസ്ലീം. നിഷിൻ ഇന്ന് എങ്ങനെയാണ് ഈ ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിനകത്ത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയിരിക്കുന്നത്, എന്തുകൊണ്ട് മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എങ്ങനെ സ്പെഷ്യൽ ആവുന്നു എന്നുള്ളതെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കി തരാണ്. ഹായ് നിഷിൻ, സുഖമായിട്ടിരിക്കണം. മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ തന്നെ റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. 3 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ടേഴ്സിലാണ് മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വൺ ഈസ് ജ്വല്ലറി, ഹോസ്പിറ്റാലിറ്റി ആൻഡ് റിയൽ എസ്റ്റേറ്റ്. ഒന്നും തമ്മിൽ എവിടേക്കോ ബന്ധമുണ്ടേനും എന്നാൽ ബാഹ്യരൂപത്തിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 മേഖലയിലേക്ക് നിൽക്കുന്നു. എങ്ങനെയാണ് ഈ മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു ജന്മം എന്ന് പറയുന്നത്? അച്ഛനായിട്ട് തുടങ്ങിയ ഒരു കമ്പനി അല്ല, മറിച്ച് നിഷിനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് അല്ലേ? അതെ അതെ അതെ. നമുക്ക് ആ ഒരു യാത്ര അതൊന്ന് പറയാമോ, പെട്ടെന്നൊന്ന് പറയാമോ? ഞാൻ എൻ്റെ സ്ഥലം വയനാടാണ്. ശരിക്കും ഞങ്ങളെ പൂർവികന്മാരൊക്കെ കോഴിക്കോട് ബേസ് ചെയ്തിട്ടാണ്. 1800കളുടെ അവസാനത്തോട് കൂടിയിട്ടാണ് അവര് വയനാട്ടിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് അവര് ബിസിനസ് ആവശ്യമാണ്. കോഴിക്കോടാകുമ്പം അതിലൊരു കച്ചവടം ഉണ്ടല്ലോ, ആ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവര് വയനാട്ടിലേക്ക് വരുന്നത്. അന്ന് അവര് സ്പൈസസ് ബിസിനസ് അതിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. മെനി അതർ, പിന്നെ ഞങ്ങൾ പാഡി ഫീൽഡിലേക്ക് ഇറങ്ങി, പിന്നെ പ്ലാന്റേഷനിലേക്ക് വന്ന്, പിന്നെ മൾട്ടിപ്പിൾ ബിസിനസ്. അപ്പൊ എന്റെ പൂർവികന്മാർ തന്നെ മൾട്ടിപ്പിൾ ബിസിനസ്സിൽ എക്സ്പെർട്ടൈസ് ആണ്. കൺസ്ട്രക്ഷൻ മേഖലയിലുണ്ട്, അവരും ഹോട്ടൽ ആൻഡ് ലോഡ്ജിങ്. അന്ന് ഈ റിസോർട്ട് കൺസെപ്റ്റ് ഇല്ല, അതിന്റെ ഡിഫറെന്റ് നെയിമാണ് ഹോട്ടൽ ആൻഡ് ലോഡ്ജിങ്. എന്റെ മറ്റേണൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ അവര് തലശ്ശേരി ബേസ്ഡ് ആണ്, മാഹിയാണ് അവര് സ്ഥലം. അവര് മൂവ് ചെയ്തത് കൂർഗിലേക്കാണ്. രണ്ടും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ആ കൂർഗിലാണ് ഞാൻ ജനിച്ചത്. പിന്നെ ഞാൻ വളർന്നത് വയനാടാണ്, പഠിച്ചതൊക്കെ കോഴിക്കോടാണ്. പിന്നെ മാസ്റ്റർ ഡിഗ്രി ചെയ്തത് ഞാൻ ബാംഗ്ലൂരാണ്. ബിസിനസ്സിലാണ്. ഞാൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ചെയ്തു. അത് കഴിഞ്ഞ് ബാച്ചിലർ അവിടുന്ന് ചെയ്തു. മാസ്റ്റർ ഡിഗ്രി ഞാൻ ബാംഗ്ലൂരിനാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ആണ്. അപ്പം അന്നത് ചൂസ് ചെയ്യാനുള്ള കാരണം, ഞങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് ആളുകൾക്ക് റീറ്റെയിലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ റീറ്റെയിൽ കേരളത്തിലുള്ളൊരു സ്കോപ്പ് അന്നത്തെ, ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഞങ്ങളെ കരിക്കുലത്തിൽ ഉണ്ടായിരുന്നത് കുറേയൊക്കെ കേരള ബേസ്ഡ് കേസ് സ്റ്റഡി ആയിരുന്നു. കേരള ഇസ് എ കൺസ്യൂമർ സ്റ്റേറ്റ്. അപ്പോൾ ഞങ്ങളെ ലെക്ചേഴ്സിനൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു. കേരളക്കാരായിട്ടാകെ ഞങ്ങൾ 2 പേരൊന്ന് ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും നോർത്ത് സൈഡിലും കർണാടക, ആന്ധ്ര സൈഡിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ അത് കേരള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒരു പൊട്ടൻഷ്യാലിറ്റിയാണ് അന്ന് നമ്മൾ ഒരുപാട് ഡിസ്കഷനിലേക്ക് വന്നത്. അപ്പോൾ അതിൽ കുറേ ഇൻസ്പയർഡ് ആയി, അതിൽ കുറച്ച് മോട്ടിവേറ്റഡ് ആയി. ഒബ്വിയസ്ലി ആ ഒരു മേഖലയിലേക്കാണ് ആദ്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എൻ്റെ എഡ്യൂക്കേഷനിൽ. കഴിഞ്ഞ ഉടനെ എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരു റീറ്റെയിൽ മേഖലയാണ്. അതൊരു ഇറ്റ് വാസ് എ ഗ്രോയിങ് കമ്പനി ആയിരുന്നു. പക്ഷെ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു കമ്പനി ആയിരുന്നു. അന്ന് 8 സ്റ്റോഴ്സ് 9 സ്റ്റോഴ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വിഷൻ 500 സ്റ്റോഴ്സ് എന്നുള്ളൊരു വിഷനായിട്ടുള്ള ഒരു കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അറൗണ്ട് 11 to 12 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തു. ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. ആ കമ്പനീൻ്റെ കൂടെ തന്നെ എന്താണ് ഗ്രോ ചെയ്യാൻ പറ്റി എന്നുള്ള അഡ്വാൻറ്റേജ് ആണ് എനിക്ക് ഏറ്റവും കിട്ടിയത്. അതിൽ നിന്ന് പഠിച്ച ഒരുപാട് പാഠങ്ങളും
ആ കമ്പനിയുടെ വിഷനും അതേപോലെ തന്നെ ഞങ്ങളും അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ്. എൻ്റെ സ്ഥലം വളരെ ഒരു ഗ്രാമീണ പ്രദേശമാണ്. അവിടെ നിന്ന് പ്ലാന്റേഷനാണ് കംപ്ലീറ്റ്. അവിടുന്ന് എനിക്ക് ആ ഒരു തോട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു എക്സ്പോഷർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും രീതിയിൽ ചിന്തിക്കുന്നത്, ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ കമ്പനിയിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് 5 വർഷത്തേക്ക് മറ്റൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ഹോട്ടൽ ആൻഡ് ഇപ്പം ഞാനന്ന് വർക്ക് ചെയ്തിരുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ വയനാട്ടിലേക്ക് വരുന്നുണ്ട് ഉം. ടൂറായിട്ട് അതെ. വരുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ തന്നെയായിരുന്നു അവരെ കുറേ, കാരണം എൻ്റെ കുറേ കസ്റ്റമേഴ്സ്, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ട് എൻ്റെ കുറേ കസ്റ്റമേഴ്സ് അവിടെയുള്ള കുറേ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. പക്ഷെ അന്ന് നമുക്കെന്താണ് അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. ഉം. അപ്പം അങ്ങനെയാണ് എനിക്കൊരു ചിന്ത. അപ്പം നമുക്കൊരു റിസോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി എൻ്റെ ഗസ്റ്റിന് ഓ. നല്ലൊരു സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കാലോ ഉം. എന്നുള്ള. അപ്പോൾ ആ പ്ലാന്റേഷനിൽ ആ പ്ലാന്റേഷന് 120 acres ആണ്. അതിലൊരു ചെറിയൊരു പോർഷൻ ഞങ്ങൾ GRT ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സെല്ല് ചെയ്തു. ഓക്കെ. അപ്പം അന്നാണ് നമ്മളൊരു ചിന്തിക്കുന്നത്, നമുക്കൊരു ഇതേപോലെ ഒരു റിസോർട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഓൾറെഡി നമ്മുടെ അടുത്ത് കസ്റ്റമറെ റിക്വയർമെൻ്റ് ഉണ്ട്, ഉം. കസ്റ്റമേഴ്സ് ഉണ്ട്, എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്താഗതിയിലാണ്. പിന്നെ ഞങ്ങൾ വളരെ പാഷനേറ്റ് ആണ്. ലൈക്ക് ഹോട്ടൽ ഇൻഡസ്ട്രിയിലായിരുന്നു നമ്മളെ ഫാദറും ഗ്രാൻഡ് ഫാദറൊക്കെ ഉണ്ടായിരുന്നത്. ഉം. എസ്പെഷ്യലി എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ഫാദർ റെസ്റ്റോറൻറ്റും അതേപോലെ തന്നെ ലോഡ്ജിങ് ഒക്കെ നടത്തുമായിരുന്നു. അപ്പം അതൊരു പാഷനേറ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മളെ ഫാദറാണല്ലോ നമ്മളെ ഗൈഡൻസ്. അതെ. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളെപ്പോഴും ഫാദർ ആയിരിക്കുമല്ലോ. ഉം. അപ്പോൾ അച്ഛൻ്റെ ആ മേഖലയിൽ ഫോളോ ചെയ്യുക എന്നുള്ളതിൽ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഒരു മേഖല തിരഞ്ഞെടുത്തതും അതിനൊരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആക്കി. അന്ന് കാലത്ത് അച്ഛൻ നടത്തുന്ന കാലത്തൊന്നും ലോഡ്ജിങ്ങും ഹോട്ടലും റെസ്റ്റോറൻറ്റും അല്ലാതെ മറ്റൊരു മേഖലയില്ല. ഉം. ഇന്ന് അതിൻ്റെ സ്കോപ്പൊക്കെ മാറി, അതിൻ്റെ പേര് തന്നെ മാറി. അതെ. എൻ്റെ ചെറുപ്പകാലത്തിലൊന്നും റിസോർട്ട് ഞാൻ എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. ഇല്ലല്ലോ. ഉം. അപ്പോൾ ആ റിസോർട്ട് കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഇറങ്ങിയത്. അന്നത്തെ മാർക്കറ്റിലെ ഏറ്റവും നല്ല മേഖല, ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്തത്. ഓക്കെ. പക്ഷേ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ അച്ഛൻ ഒരു ബിസിനസ് ചെയ്യുന്നത് കണ്ടു. ബിസിനസ്സിൽ എപ്പോഴും അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചില സമയം നമുക്ക് ഭയങ്കര സെറ്റിൽ ആയിന്ന് വിചാരിക്കാം. അൺപ്രെഡിക്റ്റബിൾ ആയിട്ട് ചിലപ്പം നമ്മള് മോശം സിറ്റുവേഷൻ വന്നെന്നിരിക്കാം. സോ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയും ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരും ഉണ്ട് ബിസിനസ്സിനകത്ത് അല്ലേ? ഉം. അപ്പോ നിങ്ങള് 3ഉം ആൺമക്കളാണ്. അപ്പൊ നിങ്ങള് മൂത്ത ആള് തന്നെ നിഷിൻ. അപ്പൊ നിഷിനും എഗെയിൻ ആ ബിസിനസിന്റെ ഒരു ഫ്ലേവർ അതിനോടൊരു ടേസ്റ്റ് കാണിച്ചപ്പം വാസ് ഇറ്റ് ഒരു അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ ആയിരുന്നോ ഇമ്മീഡിയറ്റ്ലി? സി ഞാൻ മറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ ഫാദർ എന്നോടുള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനാണെന്നുള്ളതാണ്. ഒരു ഇൻസ്പെക്ടറായിട്ട് ആ ഒരു രീതിയിൽ വരണം എന്നൊക്കെ ആയിരുന്നു. അതെങ്ങനെ അച്ഛനൊരു പെട്ടെന്ന് മോനെ വേറെ ആരും നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാരും ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോ അച്ഛൻ എവിടെ നീ പോലീസുകാരനെ കിട്ടി? മേ ബി ഞാൻ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അച്ഛന് തോന്നിയിട്ടുണ്ടാവും. നിന്റെ രൂപം ലുക്ക് കണ്ടിട്ട് ഒരു പോലീസ് എൻ്റെ ഗ്രാൻഡ് ഫാദർ അധികാരിയായിരുന്നു. ഓക്കെ. അപ്പൊ അന്നൊരു പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ അന്നെപ്പോഴും എന്നോട് ഒരു പോലീസിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു, എൻ്റെ ഒരു ഇൻസ്പെക്ടറായിട്ട് വരണതായിരുന്നു എൻ്റെ ആഗ്രഹം. എനിക്കതിനോട് താല്പര്യമില്ല. എനിക്ക് ബിസിനസ്സിനോടും കളികളോടാണ് എൻ്റെ താല്പര്യമായതുകൊണ്ട് ഞാൻ ആ മേഖല ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നീട് ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഫാദറിന് അത്ര വലിയ താല്പര്യമില്ലായിരുന്നു. വർക്ക് ചെയ്യുന്നതിനോടോ? അതെ. വർക്ക് ഓക്കെ. ചെയ്യുന്നത് മേ ബി ഞാൻ അന്ന് ദുബായിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നീട് പോലീസ് മാറി ദുബായി ആയി മാറി. അച്ഛന് അച്ഛന്. അച്ഛൻ ആഗ്രഹം. ഓക്കെ. പിന്നെ ആ ഒരു പ്രായത്തിൽ എല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് ദുബായിലേക്ക് പോകുന്നു, അതെ. റിച്ച് ആവുന്നു. അങ്ങനെ ഒരു കൾച്ചറിന്റെ ഒരു സമയമാണല്ലോ. അതെ. അതിന് ഞാന് നിന്നില്ല. വഴങ്ങിയില്ല എന്നാണ് സത്യം. ഓക്കെ. അപ്പോഴാണ് ഞാനിങ്ങനെ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഉം. ജോയിൻ ചെയ്തപ്പോൾ എപ്പോഴും എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് വൈ കാണ്ട് യു സ്റ്റാർട്ട് ഓൺ വെഞ്ചർ, ഉം. നിനക്ക് ഇത്രയും കഴിവില്ലേ, ഇങ്ങനെ എന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് ഉം. ചെയ്തിരുന്നു. ഉം. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ അത്ര മൈൻഡാക്കില്ല. ബട്ട് വെൻ ഐ ഗോട്ട് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അതിനെ റിക്കലക്ട് ചെയ്തിട്ട് ആ ബേസിൽ ആ ഒരു മോട്ടിവേഷനിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഉം. ഇപ്പം ഞാൻ റിസോർട്ടിൻ്റെ പ്രോജക്റ്റ് ആക്ച്വലി ഇത് ഫാദറിൻ്റെ സ്ഥലമാണ്. നോർമലി നമ്മളൊരു കേരളത്തിലെ സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ഇവരെ കാലശേഷം മാത്രമേ നമുക്ക് ഈ ലാൻഡ് നമുക്ക് പതിച്ചു തരുള്ളൂ. ഉം. സിൻസ് ഐ ആം എ പ്രൊമോട്ടർ, ഇതിൻ്റെ ചെയർമാൻ എന്ന നിലക്ക് ഈ ലാൻഡ് എൻ്റെ ഫാദർ എൻ്റെ പേരിലേക്ക് എഴുതി വെക്കുകയാണ്. ഈ ഓക്കെ. ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീ നിനക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഓക്കെ. വളരെ സങ്കടത്തോട് കൂടിയിട്ടും, സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളൊരു കോഫി പ്ലാന്റേഷൻ ആയിരുന്നു. ഉം.
ആ കോഫി പ്ലാന്റേഷൻ എന്താണ് ഈ പ്ലാന്റ്സ് ഫാദർ തന്നെ ചെയ്തതാണ്, ഗ്രോ ചെയ്തതാണ് ആ ഒരു പ്ലാന്റേഷൻ. അന്ന് വളരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. അങ്ങനത്തെ ഒരു ഫെർട്ടൈൽ ലാൻഡ് ആയിരുന്നില്ല. അപ്പോൾ ഫാദർ ഒരുപാട് അവിടെ നിന്ന് പ്രാർത്ഥിക്കായിരുന്നു, എന്നോട് പറയായിരുന്നു ഇതിനെ കൊണ്ട് എനിക്ക് നല്ലൊരു ഇത് ചെയ്തു തരണം എന്നുള്ളതായിരുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് ഏറ്റെടുത്തപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തതെന്ന് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആൾ വരുന്നു, ലൈക്ക് അവിടെ പ്ലാന്റേഷൻ ഇവർ കട്ട് ചെയ്യാണ്. അപ്പോൾ ഫാദറിൻ്റെ കണ്ണിന്ന് വെള്ളം വന്ന ശരിക്കും മൊമെൻ്റ് ആയിരുന്നു ശരിക്കും ഞാൻ കണ്ട ആദ്യത്തെ ഒരു ഇമോഷണലി ആയിട്ടുള്ള കണ്ട ഒരു ശരിക്കും സാധനം. അത് ആ ഒരു സംഭവം കണ്ടപ്പോൾ തീർച്ചയായിട്ടും നിഷിന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് എല്ലാരും അവിടെ വിളിച്ചു വരുത്തി അവിടെ മെഷർമെന്റ് എടുക്കുക, അതെ കട്ടിങ് ചെയ്യുക. പക്ഷേ ഐ എം ഷുവർ ആ സമയത്ത് നിഷിന്റെ ഉള്ളൊന്ന് കത്തിയിട്ടുണ്ടാവും അതെ അതെ അല്ലേ? അതെ അച്ഛന്റെ കണ്ണുകൾ നിറയെ, അതും മൂത്ത മകൻ അച്ഛന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കാണ്. അപ്പൊ പുതിയതായിട്ടൊരു സംഭവം ചെയ്യുന്നു, അത് നന്നായിട്ട് ടേക്ക് ഓഫ് ചെയ്യണേ. അതെ. ആ ഒരു ശരിക്കും ഒരു ഫിയർ തട്ടിയില്ലേ ഉള്ളില്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനന്ന് പിന്നെ ഫാദറിനോട് പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പം അന്ന് ഞാനൊരു ഡിസൈഡ് ചെയ്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്ലാന്റ്സ് ഞാൻ ഇതിന് അഗെയിൻസ്റ്റ് നടുന്നുള്ളതാണ്. അന്ന് ഞാൻ അറൗണ്ട് 2000, ഐ തിങ്ക് 2017-18 ഞാനിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഞാനത് പ്ലാൻ ചെയ്ത് ഈവൻ കൊറോണ സമയത്ത് വരെ ഞാൻ എന്താണ് അന്ന് ആളുകൾ ജോലിക്ക് വരെ ആളെ കിട്ടാത്ത സമയമായിരുന്നു. ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ വൈഫൊക്കെ കൂടി ഇത് മനസ്സിൽ വിചാരിച്ച് അതിനെ നന്നായിട്ട് പരിപാലിച്ചു പോന്നു. ഇന്നതൊരു ജംഗിളായി മാറി, ഒരു റിയൽ സ്വിറ്റ്സർലാൻഡായി മാറി നമ്മൾ. അപ്പോൾ അതന്ന് ഒരു ആർക്കിടെക്റ്റിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. വൺ ഓഫ് ദ ഫേമസ് ആർക്കിടെക്റ്റാണ് അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ളത് ആളാണ് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ട് ചെയ്തത്. ഷബീറാണ് ഇതിൻ്റെ ഡിസൈനിങ് ഒക്കെ ചെയ്ത്. ഉം. ആ ആർക്കിടെക്ട് പറഞ്ഞ ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ജംഗിളാവും, വളരെ വലിയ മരങ്ങളാവും എന്നുള്ളതാണ്. ഉം. അപ്പം ഇന്നും എന്താണ് വളരെ നല്ല മരങ്ങളായി, നല്ല ഭംഗിയായി. ഇപ്പം മുറിക്കാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഇപ്പോഴും ആ റിസോർട്ടിന് അതാണ് ആദ്യമായിട്ട് ഒരു ബിസിനസ് ഇതിൽ ചെയ്തിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്ന ഒരു വെഞ്ചർ അല്ലേ? അതിനിട്ടിരിക്കുന്ന പേരാണോ മോറിക്യാപ്? അതെ, മുറിക്കാപ്പ്. എങ്ങനെ ഈ പേരിന്റെ ഇതെങ്ങനെ ഈ പേര് വന്നു? സത്യത്തിൽ ഇതിൻ്റെ പേര് മറ്റൊരു പേരായിരുന്നു, ആ. പക്ഷെ അവർ ട്രേഡ് മാർക്ക് ഇഷ്യൂ ഒക്കെ വന്നുകൊണ്ട് ഇപ്പം അതൊരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ലാസ് വെഗാസിലുള്ളൊരു റിസോർട്ട് ഉണ്ട്, ഉം. ലൈക്ക് വെസ്റ്റ് വിൻ ഉം. വിൻ റിസോർട്ട്, ഐ എം സോറി, വിൻ റിസോർട്ട്. ഉം. അതേപോലെ തന്നെ മാരിയറ്റിൻ്റെ വെസ്റ്റിൻ ഗ്രൂപ്പ്. ഉം. അപ്പം ഞങ്ങളെ വെസ്റ്റ് വിൻ ആയിരുന്നു ഞങ്ങളെ യഥാർത്ഥത്തിലുള്ള പേര്. ഓക്കെ. വെസ്റ്റേൺ ഘാട്ടാണ് നമ്മൾ റിസോർട്ട് എന്ന് കാണുക. ഉം. വയനാട്ടിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അത് ഉം. ബേസ് ചെയ്തിട്ടാണ് ഞാൻ പേര് ഉണ്ടാക്കിയത്. ഉം. പക്ഷെ അത് ട്രേഡ് മാർക്കൊക്കെ ഇഷ്യൂ വന്നു. ഞങ്ങളെ പ്രോപ്പർട്ടി ഫേസ്ബുക്കിലൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ അവർ നമുക്കെതിരെ കേസായിട്ട് വന്നു. പക്ഷേ എന്തിനാണ് വൈ വി വോണ്ട് ടു ഫൈറ്റ്? നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. നമ്മളൊരു പേര് നൽകുക, അവർക്ക് ഇഷ്ടമില്ലാത്ത പേര്, ആർക്കും ഇല്ലാത്തൊരു പേര് നൽകുക. അങ്ങനെയാണ് നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ഞങ്ങളെ സ്ഥലത്തിൻ്റെ പേര്, ഓക്കെ. ഞങ്ങളെ നാടിൻ്റെ പേര് മൂറിക്കാപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ആ മൂരിക്കാപ്പ് എസ്റ്റേറ്റ് റോഡ് എന്താണ് മേരി കാഫ്റ്റ് എന്നുള്ളൊരു ജർമ്മൻ ലേഡി ആയിരുന്നു അവിടെ ആദ്യമായിട്ട് കോഫി പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓ. അപ്പോൾ ആ കോഫി പ്ലാന്റേഷൻ അവർക്കൊരു ബംഗ്ലോ ഉണ്ടായിരുന്നു, ഒരു ഇംഗ്ലീഷ് ബംഗ്ലോ ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് അവർ ഇൻഡിപെൻഡൻസിന് ശേഷം അവർ മാറി അവിടെ നിന്ന് പോയി. അപ്പോൾ ആ ഒരു എസ്റ്റേറ്റ് റോഡാണ് മേരി കാഫ്റ്റ് എസ്റ്റേറ്റ് റോഡ് മൂറിക്കാപ്പ് റോഡായി മാറി. ആ പേരാണ് നമ്മൾ എന്ത് ഓ, റിസോർട്ടിന്. അങ്ങനെയാണ് മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനി ആ റിസോർട്ട് തന്നെ പേര് വന്നത്. ഓ വാവ്, അങ്ങനെ എടുത്ത പേര്. ഓക്കെ. ഇന്നിപ്പോ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോ അത് 18 ആണല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത്? 17-ലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. ഓക്കെ. ഇതിന്റെ 19-ലാണ് ഇത് ലോഞ്ച് ചെയ്തത്. 19ലാണ്. ആ, ഓക്കെ. ഇന്നിപ്പം ആ പ്രോപ്പർട്ടി ഇപ്പൊ അച്ഛൻ കാണുമ്പോൾ അച്ഛന്റെ തൊട്ട് മേലെ തന്നെയാണുള്ളത്. അതെ. അപ്പൊ ഇപ്പൊ എന്താണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വിറ്റ്സർലാൻഡ് ആർക്കിടെക്ചറാണ്. ഉം. അപ്പം ആളുകൾ അച്ഛനോട് പറയില്ല, ഓ നിങ്ങളിപ്പം സ്വിറ്റ്സർലാൻഡിന്റെ താഴത്താണല്ലോ താമസം എന്നുള്ളത്. ഇപ്പൊ എന്റെ വീട് തൊട്ട് താഴെ തന്നെയാണ്. അതെ. ആ. അപ്പൊ വളരെ സന്തോഷമാണ് ഫാദറിന്, വളരെ എന്താണ് അത് എന്നും ഫാദർ അവിടെ പോയി കാര്യങ്ങളൊക്കെ നോക്കി, ലൈക്ക് അവിടെയുള്ള പ്ലാന്റേഷനും നമുക്ക് കോഫി പ്ലാന്റേഷനും കൂടി ഉണ്ട്. ഉം. അതിന്റെ കൂടെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഫാദർ, എസ്പെഷ്യലി പ്ലാന്റിന്റെ കാര്യങ്ങളാണ് ഫാദർ നോക്കുക. നമ്മളെ നോക്കുന്നത്. ബിസിനസ്സിൽ അങ്ങനെ ഇടപെടാറില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അവിടെ അങ്ങനെ മോറിക്യാപ്പിന്റെ ഫസ്റ്റ് റിസോർട്ട് വയനാട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു തീം ആയിട്ടാണ് നമുക്ക് റിസോർട്ടിൽ തന്നെ സംസാരിച്ചിട്ട് ബാക്കി സെക്ടേഴ്സിലേക്ക് പോവാം. ക്രിക്കറ്റ് തീമിൽ തന്നെ മറ്റൊരു റിസോർട്ട്, അത് ആ ക്രിക്കറ്റ് തീമിൽ തന്നെ ഒരു റിസോർട്ട് വരിക എന്ന് പറയുന്നത് തന്നെ എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അത് ഒരുപക്ഷെ വന്നത് ഉള്ളിലത്തെ സ്പോർട്സിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണോ, ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ ആ ഒരു സംഭവം റിലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? സ്വാഭാവികമായിട്ടും ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. എൻ്റെ സ്കൂൾസ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ കളിച്ചതാണ്. ഉം. അതുപോലെ തന്നെ
കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വയനാട് ഡിവിഷൻ്റെ ഡിവിഷണൽ മാച്ചസ് ഞാൻ കളിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താണ് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്രിക്കറ്റ് എന്താണ് ഒരുപാട് ഒരു 19 ഓവർ നമ്മളെന്താണ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. അത്രയും ബന്ധങ്ങളാണ്. അപ്പം അതിലുള്ള ഒഫീഷ്യൽസിനെയും നമുക്ക് നല്ല നല്ല ബന്ധമുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു 2018 BCCIൻ്റെ ജോയിന്റ് സെക്രട്ടറി ഫ്രം കേരളയാണ്. ജയേഷ് ജോർജ് ആയിരുന്നു. മിസ്റ്റർ ജയേഷ് ജോർജ് ആയിരുന്നു അതിൻ്റെ ജോയിന്റ് സെക്രട്ടറി. അപ്പോൾ ആൾ ഞങ്ങൾ റിസോർട്ടിൽ വന്നു. അപ്പോൾ ആൾ എന്നോട് നമ്മൾ റിസോർട്ടൊക്കെ കണ്ടപ്പോൾ ഗാംഗുലിയായിട്ട് സംസാരിക്കുമ്പോഴാണ് ശരിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ടൂറിസവും കണക്റ്റഡ് ആയിട്ട് ഒരു റിസോർട്ട് നമുക്ക് ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഒരു ഹോട്ടൽ പ്രൊജക്റ്റ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഈ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ. അത് നമ്മൾ ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടാണ്. ഓ. അപ്പോൾ വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയം വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റേഡിയം ഇൻ ഇന്ത്യ, ഒരു വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സ്റ്റേഡിയമാണ്. അപ്പോൾ ഇതിലെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ സെക്കൻഡ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ്. ഗ്രീനറി ആണ്, മൗണ്ടെയിൻ വ്യൂ ആണ്, ഒരു ടേബിൾ ടോപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചിട്ടില്ല. ഇത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓണാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അവിടെ ഈ ഡിസൈനിങ് കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു ക്രിക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീം ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. കാരണം ക്രിക്കറ്റായിട്ട് റിലേറ്റഡ് ആണ്. ആ ലാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ക്രിക്കറ്റാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു റിസോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിടത്തും എവിടെയും നമ്മൾ പിക്ചറിൽ പോലും കണ്ടിട്ടില്ല ക്രിക്കറ്റ് ടീമിൽ ഒരു റിസോർട്ട് എന്ന് പറയുന്നത്. റിസോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പോയി ഒരു ആ ഒരു വൈബും ഫീലും ഒക്കെ ആണല്ലോ. അവിടെ എങ്ങനെ സ്പോർട്സ് ആയിട്ട് നിങ്ങൾക്ക് ഈവൻ ദോ അത് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ് പ്രോപ്പർട്ടി എങ്കിൽ പോലും അതിലൂടെ എന്താണ് കണ്ടത്? എത്ര ക്രിക്കറ്റിന്റെ ഒരു മാർക്കറ്റ് ഇന്ത്യയിൽ ആഫ്റ്റർ 1983 ശേഷം Yeah. ഇന്ത്യൻ മാർക്കറ്റ് ക്രിക്കറ്റിന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതെ. ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഏകദേശം കാലത്തിൽ കണ്ടുവരുന്നത് സച്ചിൻ ടെണ്ടുൽക്കറും ആ കാലഘട്ടം ധോനി, ആ കാലഘട്ടത്തിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്ന സാധനം, എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ക്രിക്കറ്റ്. ഒരു അപ്പോൾ ക്രിക്കറ്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള എനിക്കറിയാം. ഇനി നമ്മൾ എന്താണ് അവിടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് എനിക്ക് ആവശ്യം. ഞാൻ ഈ ഒരു ഇതായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു UK വിസിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ യഥാർത്ഥത്തിൽ എന്താണ് ലോർഡ്സ് എന്നുള്ള സ്റ്റേഡിയത്തിന് അവർ സെല്ലിയാണ്. അതൊരു ടൂറിസ്റ്റ് പോയിന്റ് ആണ്. UK വൺ ഓഫ് ദ വെരി ഫേമസ് ടൂറിസ്റ്റ് പോയിന്റ് ആണ് ലോർഡ്സ്. അപ്പോൾ അവരിതെങ്ങനെ സെല്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ എന്താണ് ഇന്ത്യൻ വുമൻസ് ആണ് ഇവർ സെല്ല് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ക്ലയൻസും ഇന്ത്യൻ ആയിരിക്കും അവിടെ വരുന്നത്, ടൂറിസ്റ്റുകൾ. ഇവിടെയാണ് കപിൽ ദേവ് ഇരുന്നത്, ഇവിടെ നിന്നാണ് കപിൽ സെഞ്ചുറി അടിച്ചത്, അല്ലെങ്കിൽ കപിൽ ബോൾ ചെയ്തത്, അല്ലെങ്കിൽ സച്ചിൻ ഇവിടെയാണ് ഇരുന്നത്, ഗാംഗുലി ഇവിടെയാണ് ഇരുന്നത്. അങ്ങനെ കുറേ ഇവരെന്താണ് ഒരു സ്റ്റോറി ടെല്ലിങ്, വളരെ വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെന്താണ് വളരെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമുക്കിത് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റാണ് എനിക്ക് അവിടുന്ന് തോന്നിയത്. അപ്പം ഞാനിത് വിസിറ്റ് ചെയ്യാനും പിന്നീട് ഒരിക്കലും ഞാൻ എന്താണ് ലോർഡ്സിൽ പോയി. അത് ഞാൻ റിയലി എക്സ്പീരിയൻസ് ചെയ്തു. ഒരു ഇംഗ്ലീഷ് മാൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം അതേ ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി 1947 എന്നാണ് നമ്മൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനും സ്റ്റോറി ടെല്ലിംഗ് ആണ്. ആ 47 എങ്ങനെയാണ് ഇന്ത്യക്ക് അപ്പം ഇതെല്ലാം ഇപ്പോഴത്തെ തലമുറകളെല്ലാം മറന്നു പോവാണ്. അപ്പോൾ ഈ തലമുറകൾക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ടേക്ക് അവേ, നമ്മുടെ എക്സ്പീരിയൻസിനുപരി നമ്മളൊരു ടേക്ക് അവേയും കൂടിയാണ് അവിടെ കൊടുക്കുന്നത്. രാവിലെ അതേപോലെ തന്നെ വൈകുന്നേരം എന്താണ് നമ്മളൊരു സ്റ്റാഫ് ഇതിന് ട്രെയിൻ ചെയ്തിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 1947 ഇന്ത്യൻ ഹിസ്റ്ററി മുതൽ എന്താണ് 1983 കപിലിന്റെ ടീം വിൻ ചെയ്ത് ഇപ്പോഴത്തെ ക്രിക്കറ്റിന്റെ പൊസിഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്താണ് നമ്മുടെ ഇന്ത്യൻ ചരിത്രമാണ് അവർക്ക് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇന്ത്യൻ ചരിത്രത്തിന്റെ ക്രിക്കറ്റിന്റെ ഭാഗം, ക്രിക്കറ്റിന്റെ ഭാഗമല്ല, ഇന്ത്യൻ ചരിത്രം കൂടി ചെയ്യുന്നുണ്ടോ? ഓ, ഓക്കെ. അപ്പൊ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു എന്താണ് ഇന്ററാക്റ്റീവ് ക്വസ്റ്റ്യൻ മോഡലിലാണ് നമ്മൾ ചോദിക്കുന്നത്. എപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, പിന്നീട് നമ്മൾ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ 1983 കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലഘട്ടം. അപ്പൊ അതൊരു മിക്സ് ഓഫ് എന്താ പൊളിറ്റിക്സ് അല്ല, ഇറ്റ്സ് ലൈക്ക് എന്താണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിനെ കുറിച്ച് തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും അതും ക്രിക്കറ്റും കൂടെ മേർജ് ചെയ്തുകൊണ്ടാണ്. അതെ അതെ. അപ്പൊ യുവതലമുറകൾക്കൊന്നും അറിയില്ല എന്താണ്, ഞാൻ എന്റെ പിള്ളേർക്ക് തന്നെ കുറെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അതാണ് എന്നെ ഒരു തിങ്ക് ചെയ്യാൻ ഒരു ഇതുണ്ടാക്കിയത്. എന്തുകൊണ്ട് ഇവർക്കും ഈ സ്റ്റോറി അറിയണമല്ലോ, നമ്മൾ ഇതിലൂടെ വളർന്നതാണ്. അവരും ഇതൊക്കെ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന ആളുകൾക്കൊക്കെ ഇപ്പൊ ഞങ്ങളെ കഴിഞ്ഞ ഒരു 2-3 months നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് സ്കൂൾ സ്റ്റുഡൻസ് ആണ് വന്നത്.
അതൊക്കെ റെഫറൻസിലാണ് വരുന്നത്. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓ. ഹാവ് ടു ഗോ ദെയർ. എല്ലാ സ്കൂളിൽ നിന്ന് എന്താണ് ഇത് അയക്കാണ്, ഈ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അത് മാത്രല്ല നിങ്ങടെ പ്രോപ്പർട്ടിക്കകത്ത് വേറെയും ഇപ്പൊ ഇതുപോലെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ടെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് ഉണ്ടാവും. ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലേ? ഒരുപാട്. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് മോഡലിലാണ് ഡിസൈൻ ചെയ്തത്. മോറിക്യാപ്പ് അത് ഫാമിലി കൺസെപ്റ്റിലാണ്. ഉം. മോറിക്യാപ്പ് കംപ്ലീറ്റ്ലി ഫാമിലിയാണ്, വേറെ ഓക്കെ. ഇത് കംപ്ലീറ്റ്ലി ഒരു കോർപ്പറേറ്റ് സ്റ്റൈലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അവർക്ക് കളിക്കാം, ഓ. അവർക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഉം. ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരാൾ തന്നെ ഉണ്ട്. ഉം ഹും. ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതുകൊണ്ടാണ് യുകെ പോയി വിസിറ്റ് ചെയ്തിട്ട് അവിടുന്ന് അങ്ങനെ പേരും കൊണ്ടിങ്ങ് പോന്നു. അതെ അതെ അങ്ങനെ ഇവിടെ വയനാട് പുതിയൊരു റിസോർട്ട് ഇട്ടപ്പോ അതേ പേരിൽ തന്നെ അങ്ങ് ഇട്ടു. അതെ അതാണോ? അതെ അതെ. പക്ഷേ മോറിക്യാപ്പ് എന്നുള്ള പേര് എന്തുകൊണ്ട് അതിലിടാൻ തോന്നിയില്ല? അത് വേറെ തന്നെ നിക്കട്ടെ എന്ന് വിചാരിച്ചോ? അത് അങ്ങനെ തന്നെ മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു അന്ന് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പേരായി ചെയ്യുമ്പോൾ നമ്മളെന്താണ്, രണ്ടിനും രണ്ട് ബിസിനസ് കൺസെപ്റ്റാണ്. ഉം. ഒന്ന് ഒരു പ്രൊഡക്റ്റും മറ്റൊരു പ്രൊഡക്റ്റും തമ്മിൽ എന്താണ് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഉം. എന്നാലും സ്റ്റിൽ ഞങ്ങൾ മോറിക്യാപ്പ് ലോഡ് സൈറ്റ് ഇത്രയും തന്നെയാണ് കൊടുത്തത്. ഉം. അതിന്റെ ബ്രാൻഡ് സപ്പോർട്ട് ഉണ്ട്. ഉം. പിന്നെ അത് ഞങ്ങൾ ഒരു വേൾഡ് ക്ലാസ് ബ്രാൻഡ് ആയിട്ടാണ് എൻഡോസ് ചെയ്തത്. ദാറ്റ്സ് വിൻഡം പ്രോപ്പർട്ടി ആയിട്ടാണ് എൻഡോസ് ചെയ്തത്. ഉം. നമ്മൾ ആ വിൻഡമായിട്ടുള്ള എന്താണ് അതിനൊരു വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ഫ്രാഞ്ചൈസി എടുക്കാനുള്ള കാരണം. ഓക്കെ. ഒരേ സ്ഥലത്ത് തന്നെ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങളുടെ ഓൺ പ്രോപ്പർട്ടിയിൽ ഒരു ഡെവലപ്പ് ചെയ്തു ഒരു റിസോർട്ട്. അത് നല്ല രീതിയിൽ അതിന്റെ എല്ലാം നന്നായി വന്നു കഴിയുമ്പം സാധാരണ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ എല്ലാവരും നെക്സ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു സ്ഥലമായിരിക്കാം. മിക്കവാറും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ വയനാടും കൂർഗും നിങ്ങൾ കണക്റ്റഡ് ആണ്. സോ സ്റ്റാർട്ട് ചെയ്തത് വയനാടാണെങ്കിൽ സെക്കൻഡ് കൂർഗ് അഗൈൻ നല്ലൊരു പ്ലേസ് ആണ്. റിസോർട്ടിന് പറ്റിയൊരു പ്ലേസ് ആണ്. അപ്പൊ കൂർഗിലേക്ക് പോലും നീങ്ങാതെ വൈ എഗെയിൻ അനദർ സെയിം തിങ് വയനാട്ടിൽ തന്നെ വേറൊരു റിസോർട്ട് ചെയ്യാനുള്ള റീസൺ? ഞങ്ങളൊരു കോർ ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ്. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ വളർന്നു വന്ന ഈ ഫാമിലി നോക്കുകയാണെങ്കിലും ഞാൻ വർക്ക് ചെയ്ത സ്ഥലമാണെങ്കിലും നെറ്റ്വർക്കിങ്ങിലാണ് നമ്മൾ കൂടുതലും താല്പര്യപ്പെട്ടത്. ഇപ്പം ഞാൻ ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ അയാളെ നമ്പർ വാങ്ങി അയാളെ ഞാൻ സേവ് ചെയ്ത് അയാൾ ആവശ്യം ടൈമിൽ ബുദ്ധിമുട്ടിക്കാതെ എന്താണ് ആ കോണ്ടാക്ട്സും ആ റിലേഷൻഷിപ്പും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ലെവലിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഡാറ്റാബേസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോറിക്യാപ്പ് 100% ഓക്യുപ്പൈഡ് ആണ്. ഓ. അപ്പൊ ഞങ്ങൾ മാർക്കറ്റ് ചെയ്തതും കൂടി എന്താണ്, ശരിക്കും അതിന്റെ മാർക്കറ്റിന്റെ ഷെയർ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഉം. അപ്പൊ അത്രയും മാർക്കറ്റ് ഷെയർ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ആ ഷെയറും കൂടി നമ്മൾ എന്താണ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വേറെ 70 ആർക്കും കൊടുക്കൂല അങ്ങനല്ല, വയനാട് ഏരിയ. കൊടുക്കും നമുക്ക്. ഒരു സ്പെൻഡ് ആണല്ലോ, അത് യാ. മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമല്ലോ. യാ. അപ്പൊ നമ്മളൊരു ബ്രാൻഡ് എന്താണ് ഉം. മറ്റവർക്കും യൂസ് ചെയ്തോട്ടെ. നമ്മളിപ്പോൾ 70 റൂംസ് അത് ചെയ്തിട്ടുള്ളൂ. ഉം. വയനാട്ടിൽ അറൗണ്ട് മോർ ദാൻ 700-8,000 റൂംസ് ഉണ്ട്. അതെ. എന്നിട്ട് എത്ര അത് എത്ര റിസോർട്ടുകളുണ്ട്. ഓക്കെ. എല്ലാരും ചെയ്യട്ടെ. നമുക്ക് കിട്ടാവുന്നതിന്റെ ഒരു ഷെയർ നമ്മൾ എടുക്കുക എടുക്കുന്നു. എന്നുള്ളതാണ്. മാക്സിമം അതങ്ങ് അതെ എടുക്കുന്നു. അതെ. വേറെ തന്നെ ഒരു തീമിൽ തന്നെ ചെയ്തോണ്ട്. ഉം. ശരി പെട്ടെന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 റിസോർട്ടും തമ്മില് കമ്പനി ഒന്നാണെന്ന് ഇപ്പൊ ഞാനൊരു പുറമേ നിന്നുള്ള ഒരാൾ എനിക്കിതൊന്നും അറിയില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ 2 റിസോർട്ടും തമ്മിൽ കണക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുമോ? സ്ട്രക്ചർ വൈസോ അതിന്റെ ഇല്ല, ഫിസിക്കൽ ഒരിക്കലും. ഒരിക്കലും ഇല്ല. കണക്ഷനേ ഇല്ല. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്താണ് 2ന്റെയും അപ്പോ ഇത്? ഒന്ന് ക്രിക്കറ്റ് രണ്ട് ടീമിൽ തന്നെ അതെ. എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ. ഇൻഫ്രാസ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെന്റ്. ദ ഫസ്റ്റ് തീം ഈസ് മോറിക്യാപ്പ് റിസോർട്ട്. നമ്മളെന്താണ് ഒരു സ്വിസ് ആംബിയൻസിലാണ്, സ്വിസ് ഷാലെ ഡിസൈൻസിലാണ്. മറ്റേതൊരു ഇംഗ്ലീഷ് സ്റ്റൈലിലാണ്, നമ്മൾ ബ്രിക്ക് വെച്ചിട്ടും. ഉം. ഇത് നമ്മൾ എന്താണ് സ്വിറ്റ്സർലാൻഡിലെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ കൊണ്ടുപോകുന്നത്. അതെൻ്റെ ഓക്കെ. ഒരു യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ സ്വിറ്റ്സർലാൻഡ് വന്നത്. ഉം. ഞാൻ ഒരിക്കൽ സ്വിറ്റ്സർലാൻഡിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നി വയനാട് പോലെ, എൻ്റെ ആദ്യത്തെ പൊസിഷനാണ്, വയനാട് പോലത്തെ ഒരു സ്ഥലത്ത് നല്ലൊരു ആർക്കിടെക്ചറിന്റെ മിസ്സിംഗ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ മനസ്സിലാക്കൽ. ഉം. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ വയനാടിന് അതിമനോഹരം. ഞാനതിനെ സ്വപ്നം കണ്ട് എൻ്റെ നാടും എന്താണ് ഒരു യൂറോപ്പ് ആവണം എന്നുള്ളായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്ത എല്ലാ കൺസെപ്റ്റിലും എന്താണ്. അപ്പോൾ 5 പ്രൊജക്ട്സ് ഉണ്ട് നമുക്ക്. 5 പ്രൊജക്റ്റും ഓരോന്നും ഓരോ കൺട്രീസിന്. ഒന്ന് ഡാംസ്കെയർ ആംസ്റ്റർഡാം തീമിലാണ്. എഗെയിൻ നമ്മളൊരു പ്രീമിയം വില്ല ഉണ്ട്, ഒരു ബംഗ്ലോ ഉണ്ട്. സോ ദാറ്റ് കൺസെപ്റ്റ് ഇംഗ്ലീഷ് കൺസെപ്റ്റിലാണ്. കേപ്പ് കോഡ് ഡിസൈനിലാണ് നമ്മളത് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗൽ ഡിസൈനിലാണ് നമ്മൾ ഒരു ബഡ്ജറ്റ് ഹോട്ടൽ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരു ഭംഗി കൊണ്ടുവരും, ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളെ മനസ്സിലുള്ള എന്താണ്, ക്വാളിറ്റി ഡെലിവറബിൾസ് ആയിരിക്കണം എന്നുള്ളതാണ് ആൻഡ് നമ്മളെ എല്ലാം തീം മനസ്സിലുള്ളത്. ബേസ്ഡ് ആണ്. അതെ അല്ലേ? വെറുതെ ഒരു ബിൽഡിംഗ് പണിത് അതിനെ കുറച്ച് കളർഫുൾ ആക്കി വെക്കുകയല്ല. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതെ നിഷിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് there should be something ഒരു എക്സ്ക്ലൂസിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് തീം ബേസ്ഡ്. അതെ. അല്ലേ? അപ്പം ആ ഒരു രീതിയിലാണ് അതിന്റെ കളർ പാറ്റേൺ എല്ലാം ചെയ്തിട്ടുണ്ടാവുക. അല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും എൻ്റെ ഡിപ്പെൻഡ്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ കളർ പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഒരു കാര്യം മാത്രം. ഉം. കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ മുറിക്കാപ്പ് റിസോർട്ടിൽ ഞാൻ അവിടെ പോയപ്പോൾ കണ്ട 3 കളേഴ്സാണ്. ഒന്ന് ഗ്രീൻ ആണ്, ഒന്ന് ചോക്ലേറ്റ് ആണ്, ഉം. ഒന്ന് മിൽക്കാണ് സ്വിറ്റ്സർലാൻഡിലുള്ള. യെസ്. ഈ 3 കളറിലാണ് അത് റിസോർട്ട് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഉള്ളത്. ഓക്കെ. അവരെ രാജ്യം തന്നെ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ. ഇനി ഞാൻ ഇവിടെ പോയപ്പോൾ എൻ്റെ കണ്ണിൽ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ. ഒരു ബ്രിക്ക് ഡിസൈൻ ആയിട്ടുള്ള ഡിസൈനാണ് ലോർഡ്സില്. എൻറ്റയർലി ഉം. ഇംഗ്ലണ്ടിൽ അധിക ഭാഗത്ത് നമ്മൾ അതെ. കാണുന്നത്. ഉം. ആ ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തത്. ആംസ്റ്റർഡാമിൽ മുതൽ ബ്രിക്ക് വെച്ചിട്ടുള്ള ആ ഡിസൈനിങ് കൺസെപ്റ്റിലാണ് ആംസ്റ്റർഡാം തീമിൽ. പോർച്ചുഗലിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഫോർട്ട് കൊച്ചിയും അതെ. ഒന്ന് ഗോവയാണ്. ഉം. അപ്പോൾ ഞാൻ ഒരിക്കൽ ഗോവയിൽ പോകുമ്പോൾ അവിടുത്തെ ഒരു ഫിലിം ഫെയർ നടക്കുന്ന ഒരു ഒരു അതിൻ്റെ ഒരു ഹാൾ ഉണ്ടായിരുന്നു. ഉം. ആ ഹാള് വെറുതെ ഞാൻ വിസിറ്റ് ചെയ്തു അതിൻ്റെ തൊട്ടടുത്ത്. എനിക്കത് വളരെ ഭംഗിയായിട്ട് തോന്നി. അതേപോലെ തന്നെ ഞാൻ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പഴയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഉണ്ട്. അപ്പോൾ ഞാൻ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇതേപോലെ ഒരു പോർച്ചുഗീസ് തീമിലാണ് ഈ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഭയങ്കര ഈ ആർക്കിടെക്ചറിനോടും ഇതിനോടൊക്കെ ഒരുപാട് താല്പര്യം. താല്പര്യമുണ്ട്. ഓക്കെ. അപ്പൊ തീം ബേസ്ഡ് ആയുമ്പോ വരുമ്പത്തേക്ക് അവിടുത്തെ ക്യുസീനും കാര്യങ്ങളും എല്ലാം അതുപോലെയാണോ നിങ്ങള് ചെയ്യണത്? അതോ? ഒരു പരിധി വരെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ആണോ? അതിൻ്റെ ഒരു മിക്സ്ചർ ഉണ്ടാവും. കാരണം ഓരോ ഗസ്റ്റുകൾക്ക് ഓരോ താല്പര്യം ഉണ്ടാവുമല്ലോ. ഓക്കെ. സോ ഇറ്റ്സ് ബിസിനസ്സിൽ ബിസിനസ് ഓൾവേസ് ഐസ് ആർട്ട് ആൻഡ് സയൻസ്. ഉം. അതിന്റെ ആർട്ട് ഭാഗം മാത്രം നോക്കൂല, ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി സയൻസും ഓക്കെ. കൂടി നോക്കിയിട്ടാണ് നോക്കും. ഞങ്ങൾ യാ. ചെയ്യുക. മെനു എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ അത് ബേസ്ഡ് ആയിട്ട് തീം ബേസ്ഡും ഒരു മിക്സ് ഓഫ് മിക്സ് ഓഫ്. യാ. എവറിത്തിങ് ആണ് നമ്മൾ ചെയ്യുക. ക്ലയന്റ്സിന്റെ ടേസ്റ്റും നമ്മൾ നോക്കണല്ലോ. ഡിഫറെന്റ് അല്ലെങ്കിൽ ദീസ് ആർ ഓൾ എൻ്റെ സ്വപ്നങ്ങൾ മാത്രമാണ്. ഇപ്പൊ ഞാൻ കാണുന്ന ചിത്രങ്ങളും ഞാൻ കാണുന്ന വായിച്ച ബുക്കുകളും ഞാൻ കണ്ട സ്വപ്നങ്ങളാണ് ആ. ഈ ഒരു ഇതിനെ ഞാൻ ആർട്ടായിട്ട് കൊണ്ടുവരുന്നത്. ഉം. ബട്ട് ആസ് എ ഇൻവെസ്റ്റർ പോയിന്റിൽ ഞങ്ങളുടെ ഒരു ഫ്രാക്ഷണൽ ഇൻവെസ്റ്റ്മെന്റ് മോഡലാണ്. ഇൻവെസ്റ്റർ ഓൾവേസ് ലുക്ക് ഫോർ ദ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി. എക്സാക്ട്ലി. സോ ഐ ജസ്റ്റ് ഉം. എന്താണ് ഇത് രണ്ടും കൂടി ഉള്ള ഒരു മിക്സ് മാത്രമാണ് നമുക്ക് എന്താണ് സക്സസ്ഫുൾ ആവും. ആ, ഓക്കെ. മറ്റേത് എൻ്റെ സ്വപ്നം മാത്രമായി മാറും. അതെ. പിന്നെ ആ സ്വപ്നങ്ങൾ ഫെയിലിയർ ആവും. ഒരുപാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഫൈനാൻഷ്യൽ ഫീസിബിൾ അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ താവും, പിന്നെ അതിന് ഭംഗിയില്ലാതാവും. ഉം. അപ്പോൾ എപ്പോഴും ഞങ്ങൾ എന്താണ് ഇതിൻ്റെ ഒരു സയൻസും കൂടി വർക്ക് ചെയ്തിട്ടാണ് ഒരു ചെയ്തോ. സയന്റിഫിക് അപ്രോച്ചാണ് നമ്മൾ എപ്പോഴും ചെയ്യുക. ഓക്കെ. അപ്പൊ കൂർഗിൽ എന്തുകൊണ്ട് ചെയ്തില്ല? കൂർഗിൽ നമ്മൾ ഒരു അടുത്തൊരു പ്ലാൻ ഉള്ളതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഒരു വൺ ഓഫ് ദ ബിഗസ്റ്റ് പ്രോജക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓൾറെഡി ഞങ്ങൾക്ക് അറൗണ്ട് 80 ഏക്കേഴ്സ് ലാൻഡ് അവിടെ ഉണ്ട് ഓക്കെ. ഞങ്ങളെ ഫാമിലിക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പദ്ധതികളും ഏതാ അവിടെ പ്ലാന് കാണുന്ന തീം? അത് അങ്ങനെ തീം കണ്ടിട്ടില്ല. ഇതിന് തീം കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ആക്കും. ആക്കുള്ളൂ. ആ തീമിന് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് അതെ അതെ അല്ലേ? അതെ അതെ അത് സ്ട്രൈക്ക് ചെയ്യണം. അതെ. അപ്പോഴാണ് ഇനി അവിടെ അടുത്ത ഒരു ഈവൻ ഞങ്ങൾ ജ്വല്ലറിയിലും ഒരുപാട് കൺസെപ്റ്റ്. ഇപ്പോൾ ഞങ്ങൾ മീന ബസാർ ദുബായിൽ. സോ അവർ നോർത്ത് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതിന് ചുറ്റുപറ്റിലും താമസിക്കുന്നത്. അപ്പം അതിൽ ഞങ്ങൾ ഇൻസ്പയർ ചെയ്തൊരു ഡിസൈൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡിസൈനാണ്. ഇന്ത്യൻ ഡിസൈനിൽ ഞങ്ങളത് രാജസ്ഥാനിലെ പിങ്ക് സിറ്റി. അപ്പം ഉം. നമ്മളെ തീം തന്നെ കംപ്ലീറ്റ് പിങ്ക് ആണ്. ഉം. അപ്പം ആ പിങ്ക് സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള തീമാണ് നമ്മൾ എന്താണ് ആ ജ്വല്ലറിയിലേക്ക് കൊണ്ടുവരുന്നത്. കോഴിക്കോടാണ് നമ്മൾ കോഴിക്കോടിൻ്റെ ഒരു ബ്ലെൻഡാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഓക്കെ. കറാമയുടെ ഒരു മലയാളി ബ്ലെൻഡാണ്. ഉം. അങ്ങനെ ഓരോ സ്ഥലത്തും എന്താണ് ഓരോ ഡിസൈൻ കൺസെപ്റ്റും ഞങ്ങളുടെ എന്താണ് ഐഡന്റിറ്റിക്കലി സെയിം അല്ല എല്ലാ സ്ഥലത്തും. ഉം. നമ്മൾ ജ്വല്ലറി ആണെങ്കിൽ എല്ലാവരും ഒരേ മോഡലാണ് ചെയ്യുക. പക്ഷെ അതെ. എന്താണ് എല്ലാത്തിനും നമ്മൾ എന്താണ് ഒരു മാറ്റങ്ങൾ മാറ്റങ്ങൾ. കൊണ്ടുവരാൻ. ആ നാടിന് ആ നാട്ടുകാർക്കുള്ള ആ ഒരു ഫ്ലേവറിലാണ് അവിടെ എന്താണോ അതിനോട് ചേർന്ന് മേർജ് ചെയ്ത് പോകുന്ന പോലെ അല്ലേ? അതെ അതെ അതെ. ഒരു ക്യാമഫ്ലാഷ് അവരും ഇങ്ങനെ. കൂടി ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ഇതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ. അവര് വേറിട്ട് തോന്നില്ല. നമ്മള് സ്വാഭാവികമായിട്ടും ഞാൻ ഈ മുറിക്കാപ്പ് ഡിസൈൻ ചെയ്യുമ്പോഴും ലോഡ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്നോട് പല ആളുകളും ചോദിച്ചിരുന്നു ഇതിപ്പം നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് ഇഷ്ടാവുമോ? അപ്പോൾ സാധാരണ അന്ന് ഫോറിനേഴ്സ് ആണല്ലോ വരിക. പക്ഷെ ശരിക്കും ഫോറിനേഴ്സ് അല്ല നമ്മളെ നാട്ടിൽ. എൻ്റെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരാൾ എന്നോട് ചോദിച്ചാണ് നിങ്ങളുടെ റിസോർട്ടിൽ ഫോറിനേഴ്സിന് അവർക്ക് അവരെ ആർക്കിടെക്ചർ കണ്ടിട്ട് ഇവിടെ ഇഷ്ടപ്പെടുമോ എന്നുള്ളായിരുന്നു ചോദ്യം. അപ്പോൾ എൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയിൽ ഞങ്ങൾക്ക് ഫോറിനേഴ്സ് അല്ല, ഡൊമസ്റ്റിക് കസ്റ്റമറാണ് നമുക്ക് കൂടുതൽ. വയനാട്ടിൽ കൂടുതൽ. ഡൊമസ്റ്റിക് ഒബ്വിയസ്ലി നമ്മളൊരു ബ്രാൻഡ് പ്രിഫർ ചെയ്യുമ്പോൾ എല്ലാ യൂറോപ്യൻ ബ്രാൻഡ്സാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. LV ഇതെല്ലാം നമ്മളെന്താണ് എല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്താണ് യൂറോപ്യൻ ബ്രാൻഡ്സിനോട് നമ്മൾ അതൊരു ക്വാളിറ്റി റാഡോ, റോലെക്സ്, എവറിത്തിങ്. ഉം. അപ്പോൾ ആ ഒരു തീമാണ് നമ്മളെന്താണ് ഈ ഒരു കൺസെപ്റ്റാണ് ഇവിടെ കൊണ്ടുവന്നത്. എല്ലാം ഒരു ഇംഗ്ലീഷ് തീമിലേക്ക് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സക്സസ് ആണ് അവിടെ കാണുന്നത്. കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ. അങ്ങനെ വേറൊരു കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന മിസ്റ്റർ നിഷിൻ നേരെ ഒരു റിസ്ക് എടുത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഉം. അപ്പോഴും ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അല്ല ഇല്ല അതിൻ്റെ ഒരു അവസാനത്തിൽ ഞാൻ അത് നിർത്തിയ അവിടുന്ന് ശേഷമാണ് ഡ്രോപ്പ് ചെയ്തിട്ടാണോ ബിസിനസ്സിനകത്തേക്ക് അതെ. ഇറങ്ങിയത്? ഓക്കെ. പിന്നീട് ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ
ഹോസ്പിറ്റാലിറ്റി കഴിഞ്ഞു. എന്നാ ഇനി അടുത്തതെന്ത് എന്നുള്ള രീതിയിലേക്ക് തിങ്ക് ചെയ്തപ്പം അങ്ങനെ പിന്നെ വന്നത് ജ്വല്ലറി ആണോ? റിയൽ എസ്റ്റേറ്റിലേക്കാണോ? എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ദുബായിൽ വന്നു. ഉം. യു നോ വെരി വെൽ ദുബായിൽ ഒരുപാട് അച്ഛന്റെ ബിൽഡേഴ്സ് ഇഷ്ടം ഉണ്ട്. ഫൈനലി. അതെ അതെ. ആ. അവസാനം ദുബായിൽ എന്താണ് ആ, ദുബായിൽ വന്നു. ഞാൻ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചിട്ടായിരുന്നു ആദ്യം ചിന്തിച്ചത്. ഉം. പക്ഷെ അവിടുത്തെ ഒരു റിയൽ എസ്റ്റേറ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കേരളത്തിലുള്ള ഒരു ബിസിനസ് മോഡലേ അല്ല. ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ നമ്മളൊരു ബ്രാൻഡിൻ്റെ അടുത്ത് റീസെല് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എംആർ, ദമാക്ക് ഈ പ്രൊജക്റ്റുകൾ എടുത്ത് മേ ബി ഐ ക്യാൻ ഏൺ മണി. ഉം. പക്ഷെ എൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഏൺ മണി അല്ല, എൻ്റെ ബ്രാൻഡ് ഒരു ഗ്ലോബൽ വിസിബിലിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക? ഗ്ലോബൽ വിസിബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന ഒന്ന് ഒരുപാട് റീറ്റെയിൽ ബിസിനസ്സും കോഫി ഷോപ്സൊക്കെയാണ് ഇതിന് സ്കോപ്പ് ആയിട്ടുള്ളത്. ഉം. അതിൽ റീറ്റെയിൽ ബിസിനസ്സിൽ എന്ത് ചെയ്യാന്നുള്ളതാണ്. എനിക്കൊരു ബിസിനസ് അറിയുന്നതിൽ 10 വർഷം എൻ്റെ യങ് ഏജിൽ ഞാൻ സ്പെൻഡ് ചെയ്തത് ഗോൾഡിലാണ് സ്പെൻഡ് ചെയ്തത്. ഈ ജ്വല്ലറി ബിസിനസ്സിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഉം. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചു. ഇനി ഒരു പുതിയ ബിസിനസ് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് അറിയാവുന്ന പണി ചെയ്യാം അറിയാവുന്ന പണി ചെയ്യുന്നതാണല്ലോ നല്ലത് എന്നുള്ള തോന്നി. ഉദ്ദേശത്തിലാണ് ഓക്കെ. ജ്വല്ലറിയിലേക്ക് ഇറങ്ങുന്നത്. ഓക്കെ. ഉം. പക്ഷേ ഈ കൈവച്ച മേഖലകളിലെല്ലാം ഇന്നിപ്പോ ഭയങ്കര ഡിമാൻഡുള്ള മേഖലകളാണ് അല്ലേ? അതെ, അതെ, അതെ. ഇതൊന്ന് മാത്രമല്ല, എന്നും ഇതിന്റെയൊക്കെ വാല്യൂ കൂടി കൂടി വരുന്ന സംഭവങ്ങളിലെ മാത്രമാണ് നിഷിൻ കൈവച്ചിരിക്കുന്നത്. സോ ഒരു ബിസിനസ്സുകാരൻ ഉള്ളിലുണ്ട്, ബ്ലഡിലുണ്ട്. സോ ആ ഒരു തോട്ടും കൂടെ ആക്ച്വലി ഇതിന്റെ പിന്നിൽ ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നെസസിറ്റി ഈസ് മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു ഗോൾഡിൽ സ്റ്റേക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉം. ഒബ്വിയസ്ലി അത് ഞാൻ വേറൊരാളടുത്ത് മാനേജ് ചെയ്യുന്നതിനാണ് എനിക്ക് നന്നായി മാനേജ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഗോൾഡ് ഞാൻ മാനേജ് ചെയ്യാന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ഇപ്പോൾ ഞാൻ റിസോർട്ട് കൺസെപ്റ്റ് ഡിസൈൻ ചെയ്തപ്പോഴും ഫസ്റ്റ് എൻ്റെ തോട്ട് എന്താണ്, ഇവിടെ സ്വിറ്റ്സർലാൻഡ് ഉണ്ടാക്കുക. ആദ്യം ഇത് എനിക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഉം. വെനെവർ ഐ ക്യാൻ യൂസ് ദിസ് റിസോർട്ട്. ഉം. ബാക്കിയുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർക്കും യൂസ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ ജ്വല്ലറി ആണെങ്കിൽ എന്താണ്, ആദ്യം എൻ്റെ ഒരു പോർട്ട്ഫോളിയോ എന്താണ് ഗോൾഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഉം. ഗോൾഡ് ഈ അസറ്റ്സിലേക്ക് പ്രിഷ്യസ് മെറ്റലിലേക്ക് മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. അതിലേക്ക് എന്താണ് മറ്റുള്ളവരും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഒരു വാല്യുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഉം. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് നമ്മളിൽ നിന്ന് തന്നെയാണ്. ഉം. അപ്പൊ ഈ ഗോൾഡ് സ്റ്റാർട്ട് ചെയ്തത് ഏത് വർഷാ പിന്നീട്? ഇപ്പോൾ 2 വർഷമാണ്, 2023 ഒക്ടോബറിലാണ് ആ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2 വർഷം ആ. ടു ആം, ആയിട്ടേ ഉള്ളൂ. 2.5 യാ. ഇയേഴ്സ് ആവുന്നു. ഓക്കെ. അപ്പൊ ഈ സാധാരണ ചില കമ്പനികൾ നമ്മൾ കാണുമ്പോൾ മദർ കമ്പനിയുടെ അല്ല പാരന്റ് കമ്പനിയുടെ പേര് തന്നെ എല്ലായിടത്തും, കാരണം ഇതെല്ലാം ഇന്ന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അണ്ടറിൽ വരുന്ന ഒരു പേരെന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ട് നിഷിൻ അങ്ങനെ ഇല്ലാതെ ഇപ്പൊ ഗോൾഡിലേക്ക് വരുമ്പോഴും പിന്നെ നമ്മൾ നോക്കണം ഇത് ഏതാ, എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് മോറിക്യാപ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ അണ്ടറിൽ വരുന്നതാണ് നിഷിക്ക, ഉം. അല്ലേ? അതെ. അതെന്തുകൊണ്ട് അങ്ങനെ തന്നെ എല്ലാത്തിനും ഒരു ഡിഫറെന്റ് നെയിം തന്നെ കൊടുക്കണം എന്ന് തോന്നിയത്? സ്വാഭാവികമായിട്ടും ഓരോ പ്രൊഡക്റ്റിനും ഓരോരോ എന്താണ് ക്യാരക്ടറിസ്റ്റിക് ആണുള്ളത്. ഓക്കെ. ഞാൻ പറയുന്നത് റിസോർട്ട് മൂറിക്കാപ്പിന് ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. പിന്നെ അതേപോലെ തന്നെ ലോഡ്സിന് ഒരു ക്യാരക്ടറാണ്. രണ്ടും ഒരിക്കലും മെർജ് ചെയ്യില്ല. ഞാൻ മൂറിക്കാപ്പ് തന്നെ സെയിം പ്രൊഡക്റ്റ് അല്ല ഞാൻ വിൽക്കുന്നത്. ജ്വല്ലറിയിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിന് പേരിട്ടത് മൂറിക്കാപ്പ് ജ്വൽസ് എന്നാണ് ഇതിന് പേരിട്ടത്. ഓക്കെ. ഞാൻ ഒരുപാട് ആലോചിച്ചു എൻ്റെ ലക്ഷ്യം എന്താണ്, വാട്ട് ഇസ് മൈ ഗോൾ. ഞാൻ ആലോചിച്ചു എനിക്കിത് 100 സ്റ്റോർ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഉം. ആസ് എ ക്രിക്കറ്റർ എന്ന നിലയ്ക്ക് എനിക്ക് സെഞ്ചുറിയാണ് എപ്പോഴും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഞാൻ ടോപ്പ് പൊസിഷനിലാണ് ഞാൻ അധികവും ബാറ്റ് ചെയ്യുക. ഉം. ഓപ്പണിംഗ് അല്ലെങ്കിൽ വൺ ഡൗൺ അപ്പോൾ അത് എൻ്റെ അടുത്ത് നിന്ന് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ സെഞ്ചുറി അടിക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആളുകളുടെ എക്സ്പെക്റ്റേഷനാണ് എന്നെ ഗ്രോ ചെയ്യിക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ക്രിക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ആ ക്രിക്കറ്റ് തിയറിയാണ് ഞാൻ എപ്പോഴും ഇതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ 100 സ്റ്റോർ എടുക്കുക. അപ്പോൾ ഞാൻ എന്ത് പേരിടണം? അപ്പോൾ ഞാൻ ഒരാളെ യാദൃശ്ചികമായി മീറ്റ് ചെയ്ത്, ഈ മുറിക്കാപ്പ് എന്നുള്ള പേര് നിങ്ങൾ ഇംഗ്ലീഷ് കമ്പനിയാണോ, ഉം. ഇവിടെയാണോ? അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു തോട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് ഇത് ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമോ? ശരിക്കും മൂറിക്കാപ്പ് എന്നുള്ള കമ്പനി കുറച്ച് ആളുകൾക്ക് അറിയാം. ഞാൻ ദുബായിലേക്ക് വന്ന ദുബായിലുള്ള എല്ലാ ആളുകളും എന്നെക്കുറിച്ച് അറിയണമെന്നില്ല. ഉം. ഞാൻ മൂറിക്കാപ്പിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് മറ്റൊരു പേര് സജസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരുപാട് ഞങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് എന്ത് പേരിടുന്നുള്ളൊരു കൺഫ്യൂഷനായി. ഐ അപ്രോച്ച് ഒരു ടോപ്പ് ബ്രാൻഡ് കൺസൾട്ടൻറ്റ് അപ്രോച്ച് ചെയ്തു. സോ വി ഹാവ് ടേക്കൺ ദ തനിഷ്കിൻ്റെ ടാറ്റേൻ്റെ നമ്മൾ എന്താണ് കേസ് സ്റ്റഡി. ടാറ്റേൻ്റെ മീനിങ് ടാറ്റ ഗോൾഡ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വേർഡ് മീനിങ്. ഉം. മറ്റൊരിടത്തും തനിഷ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ പെൺകുട്ടീൻ്റെ പേരാണ്. ഉം. ആ പെൺകുട്ടീൻ്റെ പേര് പറഞ്ഞാൽ ഗോഡസ് ഓഫ് ഗോൾഡ് എന്നുള്ളതാണ് അതിൻ്റെ വേർഡ് മീനിങ്. ഉം. അപ്പോൾ അതിന് ഒരു
സജഷനായിട്ട് കുറേ ഓപ്ഷനായിട്ട് നമുക്ക് വന്നത് നിഷ്ക എന്നുള്ള പേരാണ്. നിഷ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, പ്യുവർ, ഹോണസ്റ്റ്, ഇറ്റ്സ് ഡയറക്റ്റ് ആണ്. ഉം. പിന്നെ അത് തീം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈനിങ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിനൊരു ബ്രാൻഡ് സ്റ്റോറി നമ്മൾ ടെൽ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, വാട്ട് ഇസ് അവർ പർപ്പസ്. ഈ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബിഫോർ വി സ്റ്റാർട്ട് ദ ഇൻ്റർവ്യൂ നിങ്ങളെ മാരേജിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നോട് പറഞ്ഞത്. ഉം. അതിൽ ഗോൾഡ് നിങ്ങൾ ഡിസൈൻ ചെയ്യാൻ കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. എക്സാക്ട്ലി. ഒരു മാരേജ് ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. ഒബ്വിയസ്ലി. ഒരു ലൈക്ക് നിങ്ങളൊരു ഓരോ അച്ചീവ്മെന്റ്സും എന്താണ്, ഓരോ മൈൽ സ്റ്റോൺ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആണ്. ഉം. വൈ വി ആർ ഹിയർ, നമ്മളിവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സ്പെഷ്യൽ മൊമെന്റ്സിന് ടൈംലെസ് ട്രഷറാക്കി മാറ്റാനാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളും ഓരോ വ്യക്തികളും നമ്മളെ കമ്പനിയിൽ എന്താണ് ഒരു സ്പെഷ്യൽ, നമ്മളെ ജ്വല്ലറിന്റെ പേരിന് സാധാരണ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നാണ് ജ്വല്ലറിന്റെ, മൊമെന്റസ് ജ്വല്ലറി എന്നാണ് ഞങ്ങളെ, നിഷ്ക മൊമെന്റസ് ജ്വല്ലറി എന്നാണ് ഞങ്ങളുടെ പേര്. അപ്പോൾ ആ സ്ത്രീകളെ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ് ഞങ്ങൾ സബ് ബ്രാൻഡ്സ്. ഇപ്പോൾ ഡയമണ്ട് ഉണ്ട്, ബോൺ ടു സ്പാർക്കിൾ എന്നാണ് അതിൻ്റെ പേര്, ഇൻഫിനിറ്റി ഇൻ ന്യൂ, ലൈക്ക് ഹാർട്ട് ഓഫ് ആർട്ട്. ഉം. അങ്ങനെ ഓരോ പേരും എന്താണ്, ഓരോ സ്ത്രീയുടെയും എന്താണ് ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ടാണ്, നമ്മൾ ക്യാരക്ടർ വെച്ചിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്ത് വന്നത്. അപ്പം അതിലെല്ലാം ഒരു എന്താണ് തീമുണ്ട്, അതിനെല്ലാം ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഓരോ പ്രൊഡക്റ്റും ഇറ്റ് ടെൽസ് ദ സ്റ്റോറി. ഇതിനെക്കുറിച്ചൊക്കെ ഇത്രയും ഇൻ ഡെപ്ത് ആയിട്ട് തുടക്കത്തിൽ തന്നെ ലാൻഡ് ഉണ്ടായിരുന്നിട്ടും അവിടെ അച്ഛൻ ബിസിനസ് ചെയ്യാനൊക്കെ എന്താ പറയാ അങ്ങനെ ഓപ്പൺ ആയിരുന്നിട്ടും നിഷിൻ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടില്ല. അതിന്റെ കറക്റ്റ് റൂട്ടിലൂടെ അതിനെക്കുറിച്ച് ഡെപ്തിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. അത് വേറൊരാളുടെ അടുത്ത് നിന്നും കണ്ട് അറിഞ്ഞ് സ്വയം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങിയത്. സോ ഒരു പ്രോപ്പർ അഡ്വൈസ് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് അങ്ങനെ കിട്ടിയത് കൊണ്ടാണോ? സ്വഭാവത്തിൻ്റെ ഒരു പിന്നെ എൻ്റെ ഓരോ കാലഘട്ടത്തിലും ഒരു അഡ്വൈസറായിട്ട് ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പഠനത്തിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിസ്റ്റർ ഡോക്ടർ റിയാസ്. ഞാൻ എൻ്റെ 12th സ്റ്റാൻഡേർഡിൽ നിന്ന് അക്കൗണ്ടൻസി ട്യൂഷന് വേണ്ടിയിട്ടാണ് മൂപ്പര് അപ്രോച്ച് ചെയ്യുന്നത്. ഹീസ് എൽഡർ ടു മീ. ഉം. ഞങ്ങൾ അത്ര ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ മൂപ്പര് ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് ട്യൂഷൻ പറഞ്ഞു തരുമായിരുന്നു. എക്സ്പെർട്ട്. ഇന്ന് അയാൾ എൻ്റെ കൂടെ മെൻറ്ററായിട്ട് അയാൾ എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതിനെന്താണ് തിയറി, ഇതിനെന്താണ് സയൻസ്, ഇത് വേറെ എന്തെങ്കിലും ഇതേ ബിസിനസ്സിൽ ഇതേ ഇഷ്യൂ മറ്റൊരു സ്ഥലത്ത് നടന്നിട്ടുണ്ടോ, ഉം. ഇതിൻ്റെ എന്താണ് റിപ്പോർട്ട്, എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി, ഇതിനെ കുറിച്ചിട്ട് ആരെങ്കിലും ജേർണൽസ് എഴുതിയിട്ടുണ്ടോ, അങ്ങനെ സ്റ്റഡി നടത്തിയിട്ട് അയാൾ നിന്ന് എടുക്കുന്ന ഒരു തോട്ട് പ്രോസസ് എന്നാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകുന്നത്. സോ വി സെർച്ച് ഫോർ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്. ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പോകുമ്പോൾ എന്താണ് ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ നമ്മൾ തേടും. ബെസ്റ്റ് എമംഗ് ദ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്തും അത് ഞങ്ങൾ അപ്ലൈ ചെയ്യും. വി വിൽ ട്രൈ. ഈവൻ ഈ ഫെയിൽ ആണെങ്കിൽ ഞങ്ങൾ എന്താണ് വീണ്ടും ഈ സർക്കിളിലേക്ക് വേറൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനിലേക്ക് വെച്ച് അങ്ങനെയാണ് ഈ ഒരു മോഡലിലേക്ക് നമ്മൾ. അപ്പം പരമാവധി മിസ്റ്റേക്സ് കുറക്കാൻ ഞങ്ങൾ എന്താണ് ആ ട്രയൽ ആൻഡ് എററിൽ സക്സസ്ഫുൾ മോഡൽ മാത്രം ബോള് ലൈനിൽ എറിയാന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട്. അതെ. ഇപ്പോ 2 വർഷം മുന്നേ നിങ്ങൾ സ്വർണം ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അതും ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ തന്നെ ദുബായിൽ തന്നെ 3 ഷോപ്സ് ആയി. 4 ഷോറൂമായി. 4 എണ്ണമായി അല്ലേ? ദുബായ്, അബുദാബി, ദുബായിൽ തന്നെയും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോ സ്വർണത്തിന്റെ വിലയും കണ്ടില്ലേ? എന്താണ് എങ്ങനെയുണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർ? ഇന്നും നമ്മൾ ഇവിടെ കാണുമ്പോഴും സ്വർണത്തിന് വില ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. പക്ഷെ സ്വർണ്ണക്കടയിൽ ആൾക്കാരുടെ എണ്ണം അതുപോലെ തന്നെ കാണുകയും ചെയ്യാം. സ്വർണത്തിന്റെ അവസ്ഥ ഇനിയും ചിലർ പറയണു ഇനി കുറയും, ഇത്രയും കൂടി വന്നതുകൊണ്ട് ഇനി നന്നായിട്ടങ്ങ് കുറയും എന്ന് പറയണു, ഒരു ഡിപ്പ് വരുംന്ന്. എന്താ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ കുറെ കാലമായി. നിങ്ങൾക്കും എന്താണ് വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ട്, ഞാനും ഉണ്ട്. എന്നും പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളമ്മ നോക്കുന്നത് എൻ്റെ അമ്മ നോക്കുന്നത് എന്താണ് സെയിം തന്നെ ആയിരിക്കും. ഇന്നത്തെ ഗോൾഡിന്റെ റേറ്റ് വില എന്നെങ്കിലും ഇത് കുറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്? ഇല്ല. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷ വേണ്ട. 500 രൂപ കുറഞ്ഞു എന്ന് പറയുമ്പോ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 1000 കൂടും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇതൊരു വേൾഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ദുബായിലുള്ള ഒരാൾ റിയൽ എസ്റ്റേറ്റ് ഇവിടെ ചെയ്യാണ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണം. ഈ മേ ബി അച്ചീവിങ് 3% റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ആക്ച്വലി അയാൾക്ക് നഷ്ടമാണ്. ഈ കാശ് എടുത്തിട്ട് ആ ദുബായിൽ തന്നെ വെക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ അയാൾക്ക് എന്താണ് ബിസിനസ്സിൽ ഒരുപാട് ഗെയിൻ ഉണ്ടാക്കുക. കാരണം ഇന്നത്തെ റുപ്പീസിന്റെ വാല്യൂം ദിർഹത്തിന്റെ വാല്യൂം തമ്മിൽ വലിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. നേരെ മറിച്ച് അത് ഗോൾഡ് ആണെങ്കിൽ ആൾ ദുബായിൽ ചെയ്യുകയാണെങ്കിലും ഇന്ത്യയിൽ ചെയ്യുകയാണെങ്കിലും ഇതിന്റെ വാല്യൂ സെയിം ആണ്. ഇത് ബേസ്ഡ് ഓൺ കറന്റ് എന്താണ് ഡോളർ പ്രൈസ് വെച്ചിട്ടാണ് ഡോളറിലാണ് നമ്മൾ ഗോൾഡിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡോളറായിട്ട് ഇത് കണക്റ്റഡ് ആണ്.
വേൾഡിൽ ഏത് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിലും എന്താണ് ഇപ്പോൾ പെട്രോളിയം ഡോളറായിട്ട് കണക്റ്റഡ് ആണ്. ഉം. ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഡോളറിന്റെ എന്താണ് വീക്ക് ആവുന്നുള്ള അത്. ഒരു പ്രതീക്ഷയിലാണ്, എന്താണ് അമേരിക്ക വീക്ക് ആവുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പ്രൈസ് ഒക്കെ കൂടുന്നത്. ഉം. അപ്പൊ അതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് ഗോൾഡിലേക്ക് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചൈന, അതേപോലെ തന്നെ ഇന്ത്യ, അതേപോലെ തന്നെ തുർക്കി, ഒരുപാട് കൺട്രീസ് എന്താണ് റിസർവ് കൂട്ടുകയാണ്. ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ എന്താണ് പ്രശ്നമാണ്. അപ്പോൾ ആ റഷ്യന്റെ ഗോൾഡ് ലണ്ടനിൽ ഫ്രീസ് ചെയ്ത് വെച്ച്. ഇപ്പോൾ ചൈന ഭയപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഭയപ്പെടുകയാണ്, ഫിസിക്കൽ ഗോൾഡ് ലണ്ടനിൽ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗോൾഡും കൂടി ഫ്രീസ് ചെയ്യപ്പെടുമോ എന്നുള്ള ഇതിലാണ് എല്ലാവരും എന്താണ് ഫിസിക്കലി ഗോൾഡായിട്ട് മാറ്റി വെക്കുന്നത്. പിന്നെ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഓരോ ഡിസിഷൻസും, ഉം. ഇപ്പം വരുന്ന ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ, ഇപ്പോൾ ഇറാനും അമേരിക്കയും വാറാണ്, ഓരോന്ന് ക്രിയേറ്റ്, ഇതൊക്കെ ബിസിനസ് ആയിട്ട് കണക്റ്റഡ് ആണ്, ഇതൊക്കെ ഗോൾഡ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഗോൾഡിലാ ശരിക്കും ഇപ്പൊ ഇത്രയും വില കൂടിയപ്പം ആൾക്കാരുടെ ബൈയിങ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. എന്നാലും ഒരു പരിധി വരെ ആൾക്കാർക്ക് പൈസ കയ്യിലേക്ക് വരുമ്പോൾ നേരത്തെയൊക്കെ സ്വർണം വാങ്ങി വെക്കാം, ഗോൾഡ് വാങ്ങി വെക്കാം, അതൊരു അസറ്റാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു മനുഷ്യരുടെ അടുത്ത്. പക്ഷെ ഇപ്പം ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാരുടെ ആ ഒരു ഇതില് മാറ്റം വന്നിട്ടുണ്ടോ? അതോ ഇപ്പോഴും ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ സ്വർണം വാങ്ങി വെക്കുന്നത് നല്ലൊരു അഡ്വൈസ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഒബ്വിയസ്ലി സ്വർണം വാങ്ങി വെക്കുന്നത് നല്ലതാണല്ലോ. പിന്നെ ഓരോരുത്തരെ ബൈയിങ് പവർ അനുസരിച്ചിട്ടാണ് ഈ ഗോൾഡ്. ഇപ്പം ഗോൾഡിന്റെ പ്രൈസ് കൂടുന്ന വെച്ചിട്ട് നമ്മൾ ശമ്പളം കൂടൂലല്ലോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മാർക്കറ്റിൽ ചേഞ്ചസ് വരിക എന്നുള്ളതാണ്. ഒരു ബയറും സെല്ലറും തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ബയറെ സംബന്ധിച്ചിടത്തോളം ബയറിന് പർച്ചേസിങ് പവർ ഇല്ലെങ്കിൽ ഒരിക്കലും എന്താണ് ഗോൾഡ് വാങ്ങാൻ പറ്റില്ല. ഗോൾഡിന്റെ പ്രൈസ് കൂടുതലും ബയറെ സാലറി അല്ലെങ്കിൽ അയാളെ ഇൻകം കുറവാണെങ്കിൽ എന്താണ് ഇത് മാച്ച് ചെയ്യൂല. അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ എന്താണ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ പണ്ട് 22 ക്യാരറ്റ് മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ആളുകൾ എന്താണ് 22 ക്യാരറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇന്ത്യൻ സെനാരിയോയിൽ നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ ഡിമാൻഡ്, ഇപ്പോൾ ഗോൾഡ് കൊണ്ട് എന്തൊക്കെ ചെയ്യാം, മറ്റേത് അസറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു മനുഷ്യന്റെ എന്താണ് ഗോൾഡ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കാണുന്ന പ്രതിസന്ധികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എന്ത് പ്രതിസന്ധി പറഞ്ഞാൽ ആദ്യം തന്നെ ഗോൾഡ് ആണല്ലോ പണയം വെക്കാൻ പറ്റുക. അതുകൊണ്ട് എന്താണ് ഗോൾഡിന്റെ ഡിമാൻഡ് എപ്പോഴും. പിന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു പിന്നെ ഒരു ഒരു വ്യക്തിക്ക് ഫ്രാക്ഷണൽ ആയിട്ട് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിട്ടുള്ളത് ഗോൾഡ് തന്നെ. ഗോൾഡ് തന്നെയാണ്. വേറൊരു ഗോൾഡില്ല. നിങ്ങൾക്ക് ഒരു സെന്റ് ഭൂമി വാങ്ങണമെങ്കിൽ എത്ര സെന്റ് മിനിമം ഭൂമി വാങ്ങണം? ഉം. ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് കഷ്ണമായിട്ട് വാങ്ങാൻ പറ്റൂല. ഉം. അതിന്റെ ഒരു ബെഡ്റൂം വേണമെന്ന് പറഞ്ഞാൽ തരില്ല. ഇതിന്റെ ഒരു ഉം. കഷ്ണമാണെങ്കിൽ 100 മില്ലി മുതൽ ഉം. എത്ര വേണമെങ്കിലും എന്താണ് നിങ്ങൾക്ക് വാങ്ങാന്നുള്ളതാണ്. അപ്പോ നിഷിനാണെങ്കിലും സ്വർണത്തിന്റെ ഈ ഒരു പോക്കും ഇതെല്ലാം കണ്ടിരുന്നിട്ടും ഇപ്പൊ 2 ഇയേഴ്സ് അല്ലേ ആയിട്ടുള്ളൂ ജ്വല്ലറി സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ സ്വർണത്തിന്റെ വില ഇങ്ങനെ കേറിയാലും ഇതിന്റെ എപ്പോഴും അതിന്റെ വാല്യൂ അവിടെ ഉണ്ടാവും. ഈ ഒരു സംഭവത്തിന്റെ ഡിമാൻഡ് കുറയില്ല എന്നുള്ളൊരു നല്ലൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കുമല്ലോ ഇത്രയധികം ബ്രാഞ്ചസ് ആയിട്ട് ഇപ്പൊ വീണ്ടും ജ്വല്ലറി തുടങ്ങിയിട്ടുണ്ടാവുക. അല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും. അപ്പം അതിനൊരു മേജർ ആയിട്ടുള്ള റീസൺ, ഇപ്പം ഞാൻ തുടങ്ങുന്ന അന്ന് തന്നെ എന്നെ പല ആളുകളും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നു. അന്ന് ഗ്രാമിന് 200, ദുബായിൽ തുടങ്ങുമ്പോൾ 200 ദിർഹമായിരുന്നു അന്നത്തെ പ്രൈസ്. ഉം. ഇന്ന് അതിന്റെ പ്രൈസ് നിയർലി 600 ദിർഹാണ്. എത്ര 3 ടൈംസ് ഗ്രോ ചെയ്തു ഓൾറെഡി. 2 ടൈംസ് ഓൾറെഡി ഗ്രോ ചെയ്തു. ഉം. അപ്പോൾ അത്രയും ഗ്രോ ചെയ്തു. അന്ന് ഞാൻ ആ അവസരം എടുത്തിട്ടില്ലെങ്കിൽ ഇന്നെന്താണ് എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടമായേനെ. ഇഷ്ടമായി. അപ്പോൾ എന്താണ് ഗോൾഡ് ഓൾവേസ് അപ്രീഷിയേറ്റിംഗ് ആണ്. അപ്പോൾ ഇതിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ അസറ്റിലേക്ക് ഒരുപാട് കൂടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചെയ്യാണ്. ഓക്കെ. കാരണം ഇതിൽ 80% ഞങ്ങൾ ഇൻവെന്ററിയാണ് എടുക്കുന്നത്. ബാക്കി 20% ആണ് മറ്റാവശ്യം ഇന്റീരിയേഴ്സ് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നത്. ആ 80% സേഫ് ഗാർഡ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഒരാളൊരു ഇൻവെസ്റ്റർ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്താണ് അയാൾ 80% സേഫാണ്. ബാക്കി 20% ആണ് ഇതിലേക്ക് വരുന്നത്. അതിന് നമ്മളെന്താണ് ഈ 80% നമ്മൾ ടേൺ ചെയ്തിട്ട് വിൽപ്പന നടത്തിയിട്ട് ടേൺ ചെയ്തിട്ട് അവർക്ക് എന്താണ് ആ പ്രോഫിറ്റിൽ നിന്ന് അതും കൂടി ആദ്യത്തെ 2 വർഷം അത് റിക്കവർ ചെയ്യും. മൂന്നാമത്തെ വർഷം മുതൽ ഇത് പ്രോഫിറ്റാണ്. ഉം. ഇനി പ്രോഫിറ്റ് അല്ലെങ്കിൽ കൂടി ആ ഗോൾഡ് ആയിട്ട് അവിടെ ഉണ്ട്. ഉണ്ട്. ആ യാ. അത് ഓൾവേസ് അപ്രീഷിയേറ്റിംഗുമാണ്. യാ. എന്നാലും ഇപ്പൊ നിഷിന്റെ ഒരു കാൽക്കുലേഷനിൽ ഈ ഇയർ എൻഡ് വരുമ്പോഴത്തേക്ക് എത്ര വരുമായിരിക്കും ഗോൾഡിന്റെ പ്രൈസ് അപ്രോക്സിമേറ്റ്ലി? അങ്ങനെ സംഭവിക്കാൻ ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം പല ഒബ്വിയസ്ലി. ആളുകളും പല പ്രഡിക്ഷൻ ഒക്കെ നടത്തുമെങ്കിലും ഇപ്പോഴുള്ള കറന്റ് സെനാരിയോ എന്ന് പറയുന്നത് എന്താണ്, ഇറാൻ അമേരിക്ക വാറാണ് ഇപ്പോഴത്തെ പ്രസന്റ്. അതിലൊരു 10-15% ഗ്രോ ചെയ്യാനാണ് ചാൻസ്. ഇനി മറ്റൊരു ഇതൊക്കെ ബേസ്ഡ് ഓൺ ദി അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് ആണ്. അവർ എന്ത് ഡിസിഷൻ എടുക്കുന്നത് മേ ചെറുതായിട്ട് കുറഞ്ഞു വരാം, വല്ലാതെ കുറയൊന്നുമില്ല. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് ഒരിക്കലും എന്താണ് ഗോൾഡിന്റെ പ്രൈസ് നന്നായി കുറയുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഇപ്പോഴുള്ള പ്രൈസ് അറൗണ്ട് 20-25% കൂടാ. കൂടാം.
ഈ ഇയർ എൻഡ് ഉം. ആകുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ. ഇനി ബിസിനസ്സിൽ ഇപ്പം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയിട്ട് എനിക്ക് സെറ്റ് ആവുന്നില്ല എന്ന് കണ്ട് മനസ്സിലാക്കി അത് അപ്പം തന്നെ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ മറ്റേ രണ്ടും നല്ല സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ജ്വല്ലറി ആയിക്കോട്ടെ, ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ. ഇതിനെല്ലാം ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് ബിസിനസ്സിന് വെറുതെ നമ്മൾ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് കാര്യമില്ല. മാർക്കറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ? അതും ഇന്നത്തെ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള മാർക്കറ്റിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് നിഷിന് മനസ്സിലാക്കിയത്. കൺവേർഷണൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഉം. എവ്രി വൺ ബിക്കം എന്താണ് ആന്ത്രപ്രണർ ആവുകയാണ്. അവർക്ക് എല്ലാവർക്കും അവസരം കിട്ടുകയാണ്. ഇപ്പം നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന മേജർ ചാനൽ എന്ന് പറഞ്ഞാൽ ഒമ്നി ചാനൽ. ഈവൻ ദോ വി ആർ സ്പെൻഡിങ് അഡ്വർടൈസിങ്ങിൽ സ്പെൻഡ് ചെയ്യുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ടി വി കാണുന്നതിന് പകരം ഇപ്പോൾ ആളുകൾക്ക് ക്ഷമയില്ല. ഉം. കാരണം എല്ലാവരും 30 സെക്കൻഡ് കൊണ്ട് ഒരുപാട് അതെ. ഇപ്പോൾ ഒന്ന് ബാക്കോട്ടേക്ക് അടിച്ചു നോക്കിയാൽ അറിയാം. ആദ്യം ഉം. ഇങ്ങോട്ടേക്ക് തോണ്ടിയതല്ല, തിരിച്ച് തിരിച്ച്. ഇങ്ങോട്ടേക്ക് തോണ്ടിയാൽ അറിയാം ഞാൻ എത്ര വീഡിയോ കണ്ട് ഓരോന്നിന് എത്ര സെക്കൻഡ് ഉണ്ട് എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഒരുപാട് കാണുന്നുണ്ട്. നമ്മളൊരു ഒരു സ്ക്രീൻ ടൈം ഇടയ്ക്കൊന്ന് നോക്കിയാൽ അതെ. നമുക്കറിയാം. ഉം. കാരണം ആളുകൾ എന്താണ് ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെയാണ്. പണ്ടൊരു ടി വി കണ്ടിട്ട് എന്താണ് ഒരുപാട് ഇതിൻ്റെ ഇടയിലാണ് പരസ്യങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ ആ കണ്ടിന്യൂസ് കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എന്താണ് ലോക്കലി സ്ട്രോങ് ബ്രാൻഡാവാൻ ഞങ്ങളിപ്പോൾ ബിസിനസ്സിലേക്ക് വരാനുള്ള ഏറ്റവും ഒരു സക്സസ് നടന്നതിൽ സോഷ്യൽ മീഡിയ. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഞാൻ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ബിസിനസ് ഇപ്പോൾ റിസോർട്ട് ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കൺവേർഷണൽ സ്റ്റൈൽ ഓഫ് ബിസിനസ് ആണ് ട്രാവൽ ഏജൻസി. ആ ട്രാവൽ ഏജൻസിൻ്റെ ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ ഉണ്ടാവും. ആ ഇഷ്ടപ്പെട്ട നിങ്ങളിപ്പോൾ ട്രാവൽ ഏജൻസി അത് മാറി. മേക്ക് മൈ ട്രിപ്പ് വന്നു. പിന്നെന്താണ് ഓൺലൈൻ ചാനൽസ് പോർട്ടൽസ് വന്നു. പിന്നീട് എന്താണ് ഗൂഗിളിലേക്ക് വന്നു. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഏറ്റവും നല്ല പ്രോപ്പർട്ടി ആണ് അവിടെ ബുക്ക് ചെയ്യാണ്. സോ ദാറ്റ് വോണ്ട് ഡിസപ്പോയിൻറ്റ് യു എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നു. ഗൂഗിളും അതിനനുസരിച്ചിട്ട് അൽഗോരിതം സെറ്റ് ചെയ്ത് അതെ. തന്നു. ഉം. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് എന്താണ് ഈ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് പിന്നെ പേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വാല്യൂ ഫോർ ദെയർ മണി ആയിട്ട് അവർക്ക് കിട്ടി. ഉം. സോ ഒബ്വിയസ്ലി ഇത് ഗ്രോ ചെയ്ത് അതിനോടുള്ള ട്രസ്റ്റ് വർദ്ധിച്ചു. ഇപ്പോൾ ഓൺലൈൻ ബിസിനസ് അതും വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെന്താണ് ഈ ഗൂഗിൾ എന്താണ് നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചീറ്റ് ചെയ്താൽ ഗൂഗിളിലേക്ക് വരില്ല എന്ന് ഗൂഗിളിന് അറിയാം. ഉം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗൂഗിൾ എന്ത് ചെയ്യാണ് മെറ്റയ്ക്ക് അറിയാം ഇതെന്താണ് അതിനനുസരിച്ചിട്ടുള്ള പ്രോസസ്സാണ് അവർ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മോശം കണ്ടന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അതിലേക്ക് പിന്നെ നിങ്ങൾക്ക് റിവ്യൂസ് ഇല്ലെങ്കിൽ അത് നിങ്ങളെ പോപ്പപ്പ് ചെയ്യില്ല എന്നുള്ളതാണ്. ഉം. അപ്പോൾ ഞങ്ങളത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ആയിരുന്നു മുറിക്കാപ്പ് റിസോർട്ടൊക്കെ. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലൂടെ എന്താണ് ഞങ്ങൾ നല്ല പേര് നേടിയെടുത്തു. ആ പേരിൽ എന്താണ് ക്വാളിറ്റി ഡെലിവറബിൾസ് നേടിയെടുത്തു. നല്ല റിവ്യൂസ് നേടിയെടുത്തു. നമുക്ക് പിന്നെ എൻക്വയറി വന്നു. അപ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഇപ്പോൾ നമ്മളതൊരു സോഹോ എന്നുള്ള നമ്മൾ എൻറ്റയർ ഡാറ്റാ ബേസ് സോഹോ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. അതിൽ നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതലുള്ള കസ്റ്റമേഴ്സ് ഉള്ളത് എബ്രോഡാണുള്ളത്. ആ എബ്രോഡിലേക്കാണ് പിന്നെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ ഞങ്ങൾ പ്രൊജക്റ്റ് ആയിട്ട് പോകുന്നത്. വെരി സക്സസ്ഫുൾ ആയിട്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് നമ്മളിപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഡിജിറ്റൽ മീഡിയയിൽ കൂടിയാണ് ഞങ്ങൾ ഗ്രോ ചെയ്ത് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൽ എന്താണ് ഡിജിറ്റൽ മീഡിയ തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഉം. മൊബൈൽ വിരൽ തുമ്പത്താണ് കാര്യങ്ങളുള്ളത്. കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് വളരെ എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് പുതിയ ഐഡിയ വേണം എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ജെമിനിയിൽ പറഞ്ഞു കൊടുത്താൽ എൻ്റർ ഡീറ്റെയിൽസ് അതിലേക്ക് വരികയാണ്. അതെ. അപ്പോ നിഷിന്റെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. ശരി ഞങ്ങൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ് ഞങ്ങളൊരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആദ്യം ഒരു വിഷൻ പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യാണ് ചെയ്തത്. ഉം. എന്താണ് ഞങ്ങൾ ഈ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഞങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റ് എന്ന് ചെയ്തിട്ട് അതിൽ അലൈൻ ചെയ്തിട്ടുള്ള ഒരു വാല്യൂസ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100 സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക. ആ 100 സ്റ്റോറല്ല ഒരു ഗ്ലോബൽ പ്രസൻ്റ് ആക്കാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് ഞങ്ങൾ 100 സ്റ്റോർ എന്നുള്ളത്. രണ്ടാമത്തെ ഇതിൻ്റെ ഒരു മിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ഞങ്ങൾ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും വെദർ ഇറ്റ് ഇസ് എംപ്ലോയി ആയിക്കോട്ടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ കസ്റ്റമർ ആയിക്കോട്ടെ ഗവൺമെൻറ് ആയിക്കോട്ടെ സൊസൈറ്റി ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ അത് ഉണ്ടാവണം എന്നുള്ളതാണ്. മൂന്നാമത്തെ നമ്മളെന്താണ് ഒരു കോർ കോമ്പിറ്റൻസി വെരി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ്. ഇപ്പം ജ്വല്ലറി ആണെങ്കിലും റിസോർട്ടാണെങ്കിലും എല്ലാം കോമ്പറ്റീറ്റീവ് ആണ്. എൻ്റെ അടുത്ത് വാട്ട് യു ടേക്ക് എല്ലാം കോമ്പറ്റീറ്റീവ്, അതെ. ഒന്നും കോമ്പറ്റീഷൻ ഇല്ലാത്തതില്ല. അപ്പോൾ ആ കോമ്പറ്റീറ്റീവ് എന്താണ് ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. അപ്പം ഞങ്ങളൊരു 10 കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുത്തിട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഒന്നാമത്തെ ഞങ്ങൾ വി ആർ എൻ എമേർജിങ് ബ്രാൻഡ്. എന്തുകൊണ്ട് ഞങ്ങൾ എമേർജ് ചെയ്യുന്നതാണ് മാർക്കറ്റിൽ എന്താണ് ഗ്യാപ്പ് എന്നുള്ളതാണ്.
മാർക്കറ്റിൽ ഏറ്റവും വലിയൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തത് ഇപ്പോൾ 2000 മുതൽ 2028 വരെ നോക്കുകയാണെങ്കിൽ ഓർഗനൈസ്ഡ് ജ്വല്ലറി 2% ആണ് 2000-ലുള്ളത്. അത് ഗ്രോ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ അറൗണ്ട് 30% ആണ് ഓർഗനൈസ്ഡ് ജ്വല്ലറി ഇപ്പോൾ ഉള്ളത്. അതിന് 2028 ആകുമ്പോൾ 45%, സ്റ്റിൽ 55%, എബോവ് 50% എന്താണ് ഇനിയും മാർക്കറ്റിൽ ഗ്യാപ്പ് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു ഓർഗനൈസ്ഡ് ജ്വല്ലറി ആയി മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് മാർക്കറ്റിൽ എന്താണ് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇന്ത്യ ഈസ് എ ബിഗസ്റ്റ് മാർക്കറ്റാണ്, സെക്കൻഡ് ലാർജസ്റ്റ് മാർക്കറ്റ് ഇൻ ദ വേൾഡാണ്. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്യാന്നുള്ളതാണ്, ഗ്ലോബലി നമ്മൾ പ്രസൻസ് ഉണ്ടാവുക എന്നുള്ളതാണ്, ഗ്ലോബൽ ബ്രാൻഡ് ആവുക എന്നുള്ളതാണ്. നമ്മളെന്താണ് ഈ ഒരു കമ്പനീനെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കോർ തിയറി എന്ന് പറയുന്നത് ട്രസ്റ്റ് ആൻഡ് ട്രാൻസ്പെറൻസിയാണ്. ഞങ്ങൾ ട്രസ്റ്റാണ് ബിൽഡ് ചെയ്യുന്നത്. ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ട്രസ്റ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കഷൻ ചെയ്തതുപോലെ എന്താണ് ആ ബ്രാൻഡിനോടുള്ള എന്താണ് ഞങ്ങൾ കൊടുക്കുന്ന ഡെലിവറബിൾസ് സെയിം ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ റീറ്റെയിൻ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ ഞങ്ങൾ ട്രാൻസ്പെറൻസി കൊണ്ടുവരികയാണ്. അപ്പോൾ ഞങ്ങളത് മെനി സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. വെദർ ഇറ്റ് ഈസ് എ ഗവൺമെൻറ് ആയിക്കോട്ടെ അവർക്കും ട്രാൻസ്പെറൻ്റ് ആണ്. കസ്റ്റമർ ആയിക്കോട്ടെ, കസ്റ്റമർ നമ്മളെ കാര്യങ്ങൾ ട്രാൻസ്പെറൻറ്റ്. ഞങ്ങളെ പാർട്ട്നേഴ്സിന് കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആണ്. ഞങ്ങളുടെ അക്കൗണ്ടിങ് സിസ്റ്റം ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ തന്നെ എംപ്ലോയീസ് ആണെങ്കിലും ട്രാൻസ്പെറൻ്റ് ആണ്. അവർക്കൊരു മറയില്ലാതെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർക്കും ഈ ബിസിനസ് ചെയ്യാം. അത്രയും ഓപ്പൺ ആയിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ സൊസൈറ്റി എന്ന് അവരും കാണുകയാണ്. സീയിങ് ഈസ് ബിലീവിങ്, അതാണ് നമ്മൾ പോളിസി ഉള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഞങ്ങളൊരു ഗ്ലോബൽ എക്സ്പാൻഷനാണ് നമ്മളെ ഒരു കോർ സ്ട്രാറ്റജി. അവർ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ ആളുകൾ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണ്, ഒരു ബേക്കറിയിൽ ഞാൻ കണ്ടത് അവരുടെ ഇന്തോനേഷ്യ, മലേഷ്യ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഒരു ഗ്ലോബൽ ബ്രാൻഡ് നമ്മളെല്ലാ ഇപ്പം മലയാളികൾ ഒരുപാട് സ്ഥലത്തുണ്ട്, ആ സ്ഥലത്തൊക്കെ നമുക്ക് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഇതൊരു ഹൈപ്പർ ലോക്കൽ ബിസിനസ് മോഡലാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത മറ്റൊരു കോമ്പിറ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ലോക്കലി സ്ട്രോങ് ബ്രാൻഡ് ആവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസൈനിങ് ഒരു ആർട്ട് കൺസെപ്റ്റിൽ ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് എറണാകുളം കാണുന്ന പ്രൊഡക്റ്റ് ആയിരിക്കില്ല ഒരിക്കലും ദുബായിൽ കാണുന്നത്. ഓരോ സ്ഥലത്ത് എന്താണ് അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ച്. ഇന്ത്യ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. അപ്പോൾ പല സ്റ്റേറ്റുകളും പല ആളുകളും ആണുള്ളത്. കർണാടകയിലുള്ള ഡിസൈൻ അല്ല കേരളത്തിലെ ഡിസൈൻ. ഗോൾഡിൽ അതാണ്, അതിനൊരു ട്രഡീഷൻ ഉണ്ട്, ഒരു കസ്റ്റം ഉണ്ട്. ആ കസ്റ്റം അനുസരിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ആ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ലോക്കൽ സംസാരം. അപ്പോൾ നമ്മൾ വളരെ ഇമോഷണലി കണക്റ്റഡ് ആണ്. അപ്പോൾ ലോക്കലി സംസാരിക്കുന്ന നമുക്ക് എന്താണ് അവിടെ വേറൊരാൾ സംസാരിക്കാൻ നമുക്ക് താല്പര്യപ്പെടില്ല. അപ്പോൾ എന്താണ് നമ്മൾ അഡ്വർടൈസ്മെന്റിലും എന്താണ് ആ ഇമോഷണൽ കണക്ഷൻ. ഇപ്പോൾ ഏത് അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ഒരു ഇമോഷണൽ കണക്ഷൻ എന്തായാലും ട്രൈ ടു ബ്രിങ് ദാറ്റ് കണക്ഷൻ. പിന്നെ ഞങ്ങളത് ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളെന്താണ് എഫക്റ്റീവ് ഇന്റേണൽ പ്രോസസ്സാണ്. ഒരു ഇൻവെസ്റ്റർ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്പെറൻസി കൊണ്ടുവരണമെങ്കിൽ ഇന്റേണൽ പ്രോസസ് സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഒരു സ്കെയിലബിൾ ബിസിനസ് മോഡൽ ആക്കണമെങ്കിൽ എന്താണ് ആ പ്രോസസ്സസ് ശരിയാണ്. അത് ഈസിനെസ് ഫീൽ ചെയ്യണം, എല്ലാവർക്കും ഈസിനെസ് ഫീൽ ചെയ്യണം. വെദർ ഇറ്റ് ഇസ് ഇൻവെസ്റ്റർ ആയിക്കോട്ടെ, കസ്റ്റമർ ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, അവരുടെ പ്രോസസ്സൊക്കെ സിംപ്ലിഫൈ ചെയ്യുക. അപ്പം നമ്മൾ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവാണ്, ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ച പോലെ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ടോപ്പായിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രോസസ്. അപ്പോൾ റിസോർട്ടിലാണെങ്കിൽ IDS എന്നുള്ളൊരു ബിഗ് ബ്രാൻഡാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. വിൻഡമാണ് നമ്മൾ അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മേഖലയിലും അതിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ബ്രിങ് ചെയ്ത് ആ പ്രോസസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് നമ്മളൊരു ഈ ഒരു ബിസിനസ്സിൻ്റെ പിന്നെ എഫക്റ്റീവായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് മോഡലാണ്. നേരത്തെ ചോദിച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ കൂടുതലും യൂട്ടിലൈസ് ചെയ്യുന്നത്. വി റിയലൈസ് ആളുകൾ എന്താണ് മൊബൈലാണ്, അതിലൂടെ എങ്ങനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതോടൊപ്പം തന്നെ ബ്രാൻഡ് വെറും ഡിജിറ്റലി കാണുമ്പോൾ നമ്മൾ ചെറിയ സ്ക്രീനിലാണ് കാണുന്നത്. ആ ബ്രാൻഡിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, വലിയതായിട്ട് എങ്ങനെ, തിയേറ്റർ വലിയ സ്ക്രീനാണ് അല്ലെങ്കിൽ ഹോർഡിങ് വലിയ സ്ക്രീനാണ്. അപ്പോൾ ഓരോ ലെവലിലും എന്താണ് ബ്രാൻഡിങ്ങിനും അതേപോലെ തന്നെ എന്താണ് റവന്യൂ ജനറേഷൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ നമ്മളെന്താണ് വെരി കോൺസെൻട്രേറ്റഡ് ആണ്. പിന്നെ ഇതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്ററി ഓണർഷിപ്പ് ബിസിനസ് മോഡൽ, ഇതാണ് ഞങ്ങളൊരു റെവല്യൂഷണറി ഒരു കോർ കോമ്പിറ്റൻസി ആയിട്ട് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ബിസിനസ്സിലേക്ക് വരുന്ന ഒരൊറ്റ ഒരാളല്ല. ഇപ്പം ജ്വല്ലറി നോക്കുകയാണെങ്കിൽ പലരും ഒരൊറ്റ വ്യക്തിയുടെയോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയോ ആയിരിക്കും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ്, 1-2 ബ്രാൻഡുകൾ മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു കേരളത്തിലുള്ള ഒരു കൾച്ചറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്തത്. അതും എസ്പെഷ്യലി മലബാർ റീജിയനിലുള്ള ആളുകളെ ഒരു ട്രസ്റ്റ് ആ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബിസിനസ്സിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ദുബായിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ആളുകൾ
ബിസിനസ്സിലേക്ക് കൂടുതലും വരുന്നത് എന്താണ്? ക്യാപിറ്റലാണ് ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് അധികം ആളുകളും വരുന്നത് മലബാർ റീജിയനാണ്. റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ, ഹോട്ടൽ ബിസിനസ് ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ മികച്ച മേഖലയിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു കളക്റ്റീവ് സിസ്റ്റമാണ് ഈ മലബാർ റീജിയനിൽ. അതൊരു ഇപ്പോൾ ഞാൻ തലശ്ശേരി ബേസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും തലശ്ശേരിക്കാരനെന്നാണ് പറയേണ്ടത്. ഞാൻ വയനാട്ടിലാണ് താമസം. അച്ഛൻ കോഴിക്കോടാണെങ്കിലും ഞാൻ പറയുന്നത് തലശ്ശേരിക്കാരനായിരിക്കണം. കാരണം അവിടെ മരുമക്കത്തായാണ് അവിടുത്തെ സിസ്റ്റം. ഉം. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തുകൊണ്ടെന്താണ് ഈ ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു പരിപാടിയുണ്ട്. നമുക്ക് കഴിവുള്ളവരെന്താണ് കഴിവില്ലാത്തവന് കൊടുക്കുക. അങ്ങനെ സപ്പോർട്ടീവ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ് ശരിക്കും ഒരു മലബാർ റീജിയൻ. അവരെ കൾച്ചറിലാണെങ്കിലും അവർ ആതിഥ്യ മര്യാദകളാക്കാണ്. അപ്പോൾ ആ ഒരു സാധനത്തിന് എന്താണ് പരിപോഷിപ്പിച്ചുകൊണ്ട് അതിനെ നമ്മളൊരു റെവല്യൂഷണറി ബിസിനസ് മോഡലാക്കിയതാണ്. ഇപ്പം ഇൻവെസ്റ്റർ മോഡൽ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മോഡലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ആളുകൾ എന്താണ് ഇപ്പോൾ കൂടുതൽ ആളുകളും മലബാർ, കണ്ണൂർ, കോഴിക്കോട് റീജിയനിലാണ് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സുള്ളത്. 700 ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഈ 700 ആളുകൾ എന്താണ് അവർ ഓരോ കമ്മ്യൂണിറ്റിയിലും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അവരെ ഫാമിലി ഉണ്ട്, അവരെ ഫാമിലി ബ്രാഞ്ചസ് ഉണ്ട്. ഈ ബ്രാഞ്ചസ് ഒക്കെ നമ്മളായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ 1200 ബ്രാൻഡ് ശരിക്കും യഥാർത്ഥത്തിൽ ദുബായിലുണ്ടെങ്കിലും നമ്മൾ 1 among 10 ബ്രാൻഡിൽ നമ്മളുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? നമ്മളെല്ലാവരായിട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അതിലൂടെ എന്താണ് ഇപ്പോൾ വി ആർ ടാർഗറ്റിംഗ് ഫോർ 5000 ഇൻവെസ്റ്റേഴ്സ് ആണ് ഇന്ത്യയിൽ, 2000 ഇൻവെസ്റ്റേഴ്സ് ആണ് ദുബായ്. അപ്പോൾ എല്ലാവരെയും ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ജസ്റ്റ് ഒരു ഇൻവെസ്റ്റർ ആവാതെ ഇവർക്ക് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളൊരു ക്ലോത്ത് ബിസിനസ്സാണ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്താണ് ക്ലോത്ത് എന്താണ് മറ്റുള്ളവർ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ ഒരു ഷർട്ടാണ് ആ ബ്രാൻഡ് പർട്ടിക്കുലർ ആണ്. പക്ഷേ ജ്വല്ലറി മേഖലയിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം. ഇന്ന ജ്വല്ലറി പോയി വാങ്ങിക്കോളൂ. കുറേ ആളുകളൊക്കെ എന്താണ് അവരിൽ നിന്ന് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങും. കുറച്ച് ആളുകൾ എന്താണ് ഉം. ഇത് മാറുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് കൺസെപ്റ്റാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. പിന്നെ ഞങ്ങളൊരു കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് ഞങ്ങളെ പ്രൊമോട്ടേഴ്സ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് ബിസിനസ്സിന് അപ്രോച്ച് ചെയ്യുന്ന ആളുകളും അതിനെ പറ്റി കൺസൾട്ടൻ്റ് ആണ് നമ്മൾ കൂടുതൽ. ഇത് കൂടാതെ നമ്മളിൻ്റെ ഈ ഒരു കോമ്പിറ്റൻസി ഡെവലപ്പ് ചെയ്തെന്താണ് നമ്മൾ നന്നായിട്ട് അനാലിസിസ് ചെയ്ത് ഡിഫറെൻറ്റ് മേഖലയിലുള്ള ആളുകളാണ്. റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് മേഖലയിലുള്ള ആളുകൾ എന്താണ് നമ്മൾ ഈ നമ്മൾ ബോർഡ് മെമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ബിസിനസ്സിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്ത്, മാർക്കറ്റിലെ ഐഡിയ ഷെയർ ചെയ്ത് അത് അനാലിസിസ് ചെയ്ത് ആ റിപ്പോർട്ട്സ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ് ആ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവൻ കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരെ ക്വാളിറ്റിയിൽ നമ്മൾ BIS ഹോൾമാർക്ക്ഡ് ആയിട്ടുള്ള ഗോൾഡാണ് വിൽക്കുന്നത്. അവരെന്താണ് ഗോൾഡിൻ്റെ പ്രൈസ് മേക്കിംഗ് ചാർജ് എഴുതി ടാഗ് ലൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ മേഖലയിലും എന്താണ് ഈ ട്രാൻസ്പെറൻസിയും ഈ ഒരു കോർ കോമ്പിറ്റൻസിയും വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് തന്നെ കോമ്പിറ്റൻസി നമ്മൾ ഉണ്ടാക്കുന്നത്. ഉണ്ട്. അപ്പോൾ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു വേൾഡിൽ ചെയ്യുന്ന 2 മേഖലകളിലും സൂപ്പർ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജി അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ ചോദിക്കട്ടെ. നമ്മൾ സ്വർണ്ണക്കടകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്വർണ്ണക്കടയിലും ഏറ്റവും കൂടുതൽ എടുത്തു തരുന്നത് മുഴുവൻ ജെൻസ് ആണ്. എന്താണ് അതിന്റെ പിന്നിലത്തെ ഒരു രഹസ്യം? അത് വേറൊന്നുമില്ല. അതിൽ ജെൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് വ്യക്തികളാണ്. കസ്റ്റമേഴ്സ് ലേഡീസ് ആണ്, അതെ. ഇത് ജെൻസ് ആണുള്ളത്. അപ്പോൾ ഇതൊരു ഹൈ വാല്യൂ പ്രൊഡക്റ്റ് ആണ് ബേസിക്കലി. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്ന ഒരു പ്രോസസ് സിസ്റ്റം അല്ല യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ കാണുന്ന പ്രോസസ് സിസ്റ്റം അല്ല ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളത്. ഓക്കെ. ഒരു കസ്റ്റമർ വരുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ അവരൊരു എംപ്ലോയി ആയിട്ട് എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ അവരെ പല കൺസേൺ ഉണ്ട്. അവരൊരു ഫാമിലി മെമ്പറാണ്. ഇപ്പോഴും സിസ്റ്റം എന്താണ് പഴയ സിസ്റ്റം തന്നെയാണ്. അതെ. ഒരു സ്ത്രീക്ക് എന്താണ് ആ വീട്ടിലുള്ള കാര്യങ്ങൾ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി ഉം. ചിലപ്പോൾ എന്താണ് ആ പ്രായമുള്ള ആളുകളാണ് ജോലിക്ക് വരിക. ഉം. യങ്സ്റ്റേഴ്സൊക്കെ ഈ ഒരു ജോലിക്ക് വരുന്നത് വളരെ കുറവാണ്. ജെൻസ് ആകുമ്പോൾ പറഞ്ഞാൽ ഈ ലേറ്റ് ടൈമിലാണ് നമ്മളിത് ക്ലോസ് ചെയ്യുക. ഓ. അപ്പോൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് 8 മണിയായാലും പോകേണ്ടി വരും. കാരണം നിങ്ങൾ ഒരു കസ്റ്റമർ ലാസ്റ്റ് മിനിറ്റാണ് കസ്റ്റമർ. പല സമയങ്ങളിൽ ഓർത്തിട്ടുണ്ടാവും 8 മണി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പോവുക. ഉം. അപ്പോൾ നോ പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് അവർ പറയൂല. അത് കഴിഞ്ഞ് ഓരോ ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റേർണൽ കൺട്രോൾ പ്രോസസ്സ് ഉം. ഓരോ ഐറ്റതും കൗണ്ട് ചെയ്ത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് വേണം എന്താക്കണം അവിടുന്ന് അത് ഇറങ്ങി. മേക്ക് ഷുവർ ചെയ്താൽ മാത്രം നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം ഓക്കെ. ദിസ് ഇസ് എ മൂവബിൾ അസറ്റ്സ് ആണ്. ഉം. അപ്പം അതിൻ്റെ ഉത്തരവാദിത്തം ആ സെയിൽസ്മാനാണ് ഉള്ളത്. ഉം. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 8 മണിക്ക് വീട്ടിലെത്തണം. ആഹാ. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും കാലക്രമേണ അത് മാറി വരുമ്പം സ്ത്രീകൾ ഉം. ഇതിലേക്ക് വരും. വരുമായിരിക്കും. എന്തായാലും നിഷിൻ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഈ കൈവച്ച മേഖലയിൽ വെച്ചിരിക്കുന്നതെല്ലാം വളരെ വളരെ കാൽക്കുലേറ്റ്
പോസിറ്റീവായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് നല്ല ഭംഗിയായിട്ടെല്ലാം പോണു. അതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് തന്നെ ഇനിയും പോവട്ടെ. കാൽക്കുലേഷൻ എല്ലാം സൂപ്പർ നല്ല രീതിയിൽ തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു ആൻഡ് താങ്ക് യു. വിഷിംഗ് താങ്ക് ഓൾ യു ദി സോ മച്ച്. ബെസ്റ്റ്.